എൻ്റെ ആഗ്രഹം നാളെ ഞാനിവിടെ കുഴഞ്ഞു വീണാലും അല്ലെങ്കിൽ ഒരു കടപ്പായി പോയാലും ഞാൻ പ്രസംഗിച്ച ദൈവത്തിൻ്റെ വഴിക്ക് 7:30 മൈക്കുന്ന 9 മണിയാവാറ് ഇതുവരെ ഒരു കട്ടവെള്ളം ഞാൻ കുടിച്ചിട്ടില്ല. കാലം സമീപമായി, പ്രവചനങ്ങൾ നിവർത്തിയായി. We are striking in the name of Jesus. സമാധാനത്തിന്റെ ദൈവം. ഇന്ന് രാത്രി സാജു ചാത്തന്നൂർ പ്രസംഗം നിർത്താം. കാട്ടാക്കടയോ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിന്റെ അവിടെ കണ്ണുനീർ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലബോറട്ടറി ഉണ്ടെന്ന് എവിടെങ്കിലും ഉണ്ടോ? അന്ന് രാത്രി ഞാൻ പ്രസംഗം അവസാനിക്കും. എൻ്റെ യേശു പറഞ്ഞ പ്രവചനം നിവർത്തിയായി തുടങ്ങി. രാജ്യം രാജ്യത്തോടും ജാതി ജാതിയോടും എതിർക്ക് ക്ഷാമവും യുദ്ധവും ഭൂകമ്പവും ഉണ്ടാകും. ദൈവത്തിൻ്റെ മാധുര്യമേറിയ നാമം നല്ല സന്ധ്യാവേളയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിൽ ഉപോഷിതരായിരിക്കുന്ന ആദരണീയരായ കർത്താവിൻ്റെ ദാസന്മാർ, നല്ല ഗാനങ്ങൾ പാടി കർത്താവിൽ നമ്മെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കൊയർ ടീം, ശബ്ദസീമയ്ക്കുള്ളിൽ ഞങ്ങൾ ശ്രവിക്കുന്ന സഹൃദയരും സ്നേഹിതരുമായ പിണറുവിള, ചെമ്പോർ, വട്ടപ്പറമ്പ് ദേശനിവാസികൾ, കർത്താവിൻ്റെ മഹത്വമാർന്ന വേലയിൽ രാവും പകലും അധ്വാനിക്കുന്ന വിലപ്പെട്ട ദൈവകുഞ്ഞുങ്ങൾ, ഈ ഭവനാങ്കണത്തിലും ഗ്രൗണ്ടിൽ ഉപോഷിതരായിരിക്കുന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ, എല്ലാ പ്രിയമക്കൾക്ക് ഈ സന്ധ്യയെങ്കിൽ നിസ്തുല്യനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ ഒരിക്കൽ കൂടി പ്രകാശിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു രാത്രി കൂടി നിർമ്മലമായ വചനവും യേശു ക്രിസ്തുവിലുള്ള സാക്ഷ്യവും നിമിത്തം നിങ്ങളുടെ നടുവിലായിരിക്കാൻ കൃപാലുവായി ദൈവം ഒരവസരം കൂടി തന്നതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇത്തരുണത്തിൽ പിണറുവിള 31ാമത് കൺവെൻഷനിൽ എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട കുടുംബത്തോടും കർത്താവിൽ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന പ്രിയ ഷൈജു ബ്രദറിനോടും ദൈവകുഞ്ഞുങ്ങളോടുമുള്ള അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ മക്കളെല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈ യോഗം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന തിരുനിവാസത്തിൻ്റെ പ്രസിഡൻ്റായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട സാർ, അദ്ദേഹത്തോടും അപ്പോൾ തന്നെ ഇവിടെ ആയിരിക്കുന്ന ദേവനേശൻ പാസ്റ്റർ, കർത്താവിൻ്റെ വേലയിൽ ഞങ്ങളോടൊക്കെ ഒപ്പമായിരുന്ന ഗിരീഷ് പാസ്റ്റർ, ഏറെ വർഷങ്ങൾക്ക് മുമ്പ് ചെമ്പൂരിൽ ആദ്യമായി എന്നെ യോഗത്തിന് കൊണ്ടുവരുന്ന സാജില, കർത്താവിൻ്റെ വേലയിൽ ഇന്ന് ഒരു ദൈവദാസനായ അദ്ദേഹവുമായിരിക്കുന്ന അദ്ദേഹത്തോടുമുള്ള നന്ദിയെ രേഖപ്പെടുത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല ഗാനങ്ങൾ പാടി കർത്താവിൽ നമ്മെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏറെ വർഷങ്ങളായി അനവധി വേദികളിൽ ഒരുമിച്ച് ദൈവവേലയിലായിരിക്കാൻ ആയിട്ടുള്ള ബഹുമാനപ്പെട്ട ജിമ്മി സാറും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുമായി ഇന്നുമായിരിക്കാൻ കൃപ ചെയ്തു. അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ശബ്ദ സംവിധാനം ക്രമീകരിക്കുന്നത് കർത്താവിൽ എൻ്റെ ബഹുമാന്യ സ്നേഹിതനും ഏറെ വർഷങ്ങൾ അനവധി സ്ഥലങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്ന ബഹുമാനപ്പെട്ട കുമാർ സൗണ്ട്സിലെ കുഞ്ഞുങ്ങളെല്ലാവരും, എൻ്റെ മാന്യമത്രങ്ങളും സ്നേഹിതന് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട സാറിനെ, ക്ലമൻ സാറിനെ ഓർക്കുന്നു. മിക്കവാറും എന്നൊക്കെയും ഞാനൊക്കെ കൺവെൻഷൻ പ്രസംഗിക്കാൻ പോകുന്നതാണ്. ഒരു സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഒരു ദിവസം കൺവെൻഷൻ പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തോട്ട് വരത്തേയില്ല. സ്തോത്രം. ഞങ്ങളുടെ കാര്യം പറഞ്ഞ ബഹുമാനപ്പെട്ട സാറ് വളരെ നേരത്തെ വരികയും ഈ കാര്യങ്ങളെല്ലാം പങ്ക്ച്വലായിട്ട് കൃത്യസമയത്ത് തന്നെ മറ്റൊന്ന് മുഖവര പറയാതെ തന്നെ ഷാർപ്പ് 7:30 തന്നെ മൈക്കേറുകയും ചെയ്തു. ക്രമീകരണങ്ങൾ ചെയ്ത സാറിനോടുള്ള നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് പ്രിയ ഷൈജു സൂചിപ്പിച്ചതുപോലെ 13 വർഷം കഴിയുന്നു. 14 വർഷമായി ഞാനും പ്രിയ പൈതലുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളതാണ്. ഞാനിവിടെ വന്നില്ലെങ്കിൽ പോലും ഇടയ്ക്ക് എന്നെ വിളിക്കുകയല്ലേ ഞാൻ വിളിക്കുക. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെമ്പൂര വിവരങ്ങളും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. ദൈവം തൻ്റെ കുഞ്ഞിനെ എത്രത്തോളം ബലപ്പെടുത്തിയതിനായി കോടാനുകോടി സ്തോത്രം. കഴിഞ്ഞ 2 രാത്രിയിലും നാം കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയെപ്പറ്റി പ്രതിപാദിപ്പാൻ ഇടയായി. അതിൻ്റെ 3ാം ഭാഗമായിരിക്കും ഇന്ന് രാത്രിയിലും. അവസാനം നാം എല്ലാവരും ഇന്നലത്തെ കണക്ക് ഒരുമിച്ച് ചേർന്ന് പാടി ആരാധിക്കും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടായിരിക്കും ഇന്ന് രാത്രി യോഗം അവസാനിക്കുന്നത്. നല്ല നേരത്തെ സമയം തന്നിട്ടുണ്ട്. ഇന്നലെ തന്നെ വളരെ നേരത്തെ അവസാനിപ്പിച്ചതുപോലെ ഇന്ന് രാത്രിയും നേരത്തെ തന്നെ അവസാനിപ്പിക്കും. ഇന്നലെ രാത്രി നാം വിശുദ്ധ തിരുവചനത്തിൽ നിന്ന് മത്തായി സുവിശേഷം 24:6-7 യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്, അത് സംഭവിക്കാനുള്ളത് തന്നെ. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കുന്ന ഒരു കാലഘട്ടം, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം. ഒരു ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ ഇന്നലെ രാത്രി നിരത്തി വെച്ചു. അതിനാസ്പദമായി യേശുക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണമാകുന്ന മത്തായി സുവിശേഷം 24 എസ്കറ്റോളജി യുഗാന്ത്യ സംഭവങ്ങൾ, മത്തായി 24:3-4-5
ഗുരു അതെപ്പോൾ സംഭവിക്കും? നിൻ്റെ വരവിനും ലോകത്തിൻ്റെ അവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. അതിന് യേശു ഉത്തരം പറഞ്ഞ, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേക കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും. അതിന് മറുപടിയായി മത്തായി 24, 32, 33, 34 അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിൻ്റെ കൊമ്പളതായിൽ തളിർക്കുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ കാണുന്നുവല്ലോ. ഇസ്രയേൽ തളിർക്കണം. കോവിഡിൻ്റെ മറവിൽ, വാക്സിൻ്റെ മറവിൽ ഒരുവൻ ഭരണത്തിലേക്ക് എഴുന്നേറ്റ് വരണം. യെല്ലോയും മാംഗോ അലർട്ടും ഒക്കെ ഇവിടെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവണം. ഇതെല്ലാം അന്ത്യദിനങ്ങൾ. അതിനോടനുബന്ധിച്ച് ഇന്നലെ തൊട്ടത് യുദ്ധങ്ങളാണ്. 905 ശേഷം ഒന്നാമത്തെ യുദ്ധം റഷ്യ ജപ്പാൻ യുദ്ധം, രണ്ടാമത്തെ യുദ്ധം 14-17 ഒന്നാം ലോക മഹായുദ്ധം, മൂന്നാമത്തത് 1939-45 രണ്ടാം ലോക മഹായുദ്ധം. 57 ഇസ്രയേലിനെ ചെറുതായിട്ടൊന്ന് ആക്രമിച്ചു. 67 ഇസ്രയേലിനെ അറബ് രാജ്യങ്ങൾ പൂർണ്ണമായിട്ട് ആക്രമിച്ചു. 70 മുതൽ 80 വരെ ഇറാൻ ഇറാഖ് യുദ്ധം. 90 ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചു. ഇന്നലെ അതെല്ലാം ഒരു ഡ്രോയിങ് വരയ്ക്കുന്നത് പോലെ പ്രവചനമായി നിങ്ങളുടെ മുമ്പിൽ നിരത്തി. പാൻഡമിക് ഓൺഗോയിങ് കോവിഡ് ലാസ്റ്റ് 24 മാസം നാം എല്ലാം ഒരു വിഷമിച്ച അവസ്ഥയിലായിരുന്നു. പക്ഷേ 7 മാസങ്ങൾക്ക് മുമ്പ് ഫെബ്രുവരി മാസം 24-ാം തീയതി മുതൽ ഇന്നത്തെ റഷ്യ ഉക്രൈനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിവിടെ അവസാനിക്കത്തില്ല. ഇതെവിടത്തേക്ക് പോകുന്നെന്ന് ഇന്നലെ രാത്രി അതിൻ്റെ ഒരു ഭാഗം തൊട്ടു. ഇനി അടുത്തത് നിങ്ങൾ പത്രത്തിൽ കാണുന്നത് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഇസ്രായേൽ സിറിയയെ ആക്രമിക്കും. യെശയ്യാ പ്രവചനം 17:1 അന്നാളിൽ ദമ്മശേക്കിൻ്റെ മതിലുകളെ ഇടിച്ച് അതിനെ കൂമ്പാരമായി കൂട്ടും. സിറിയയുടെ പട്ടണങ്ങളെല്ലാം തകർക്കപ്പെടും. അപ്പോൾ തന്നെ ഇതിൻ്റെ നിറവിൽ തന്നെ ഒരു അന്തിമ യുദ്ധത്തിലേക്ക് വരുവാൻ ചൈന എന്നൊരു പറയുന്ന രാഷ്ട്രം ഉക്രൈനെ ആക്രമിക്കുവാൻ പദ്ധതിയിടുന്നു. ഒരുപക്ഷെ ഡിസംബറിൽ അല്ലെ ജനുവരിയിൽ ശക്തമായൊരു ആക്രമണം വീണ്ടും ഉണ്ടാവും. ചൈന ഉക്രൈനെ ആക്രമിക്കും. ഇതെല്ലാം ബൈബിൾ പ്രവചനമായ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. അങ്ങനെയെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുമ്പോൾ പിന്നെയും സിറിയയെ ഇസ്രയേൽ ആക്രമിച്ചാൽ അറബ് ലീഗ് മുഴുവനും ഇസ്രയേലിനെതിരെ വരും. അതായിരിക്കും ഇന്ന് രാത്രി പ്രതിപാദിക്കുന്നത്. അപ്പോൾ ആ യുദ്ധം എപ്പോൾ നടക്കും? ഇസ്രയേലിൻ്റെ 3 പുറപ്പാടുകൾ. ഒന്ന്, കട്ടകളത്തിൽ കിടന്ന അടിമ വീട്ടിൽ നിന്ന് സ്വർഗം അവരെ മടക്കിക്കൊണ്ടുവന്നു. ഇന്ന് രാത്രി ആ ഭാഗം തൊട്ടുവെച്ച് മുമ്പോട്ട് പോകും. പുറപ്പാട് പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 13-ന്റെ 3-ഉം 15 ഇന്നലെ വായിച്ചു. അവൻ്റെ ബലമുള്ള കൈ രണ്ടാമത് അവരെ പുറപ്പെടുവിച്ചു. യെശയ്യാ പ്രവചനം 11-ന്റെ 12 വാക്യങ്ങൾ. അവൻ്റെ ബലമുള്ള കരം ലോകത്തിൻ്റെ അറ്റത്തിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നു. മൂന്നാമത് നാം ചിന്തിച്ചു, ഈ ബാക്കിൽ കോവിഡിൽ ഇന്ന് യഹൂദൻ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരുന്ന എസെക്കിയേൽ 36:24 നിങ്ങൾ ചിതറിപ്പോയ രാജ്യങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ പട്ടണങ്ങളിൽ നിന്നും നിങ്ങളെ മടക്കിക്കൊണ്ടുവരും. ഈ മൂന്നാമത്തെ മടങ്ങി വരവ അന്തിമ യുദ്ധത്തിലേക്ക്. അങ്ങനെയെങ്കിൽ അതിനോടനുബന്ധിച്ച് ഇന്നലെ രാത്രി നാം തൊട്ടുവച്ചു ലൂക്കോസിൻ്റെ സുവിശേഷം 21-ന്റെ 20-ഉം 21-ഉം വായിച്ചു. സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ ശൂന്യകാലം. അപ്പോൾ തന്നെ ഈ ഇംഗ്ലീഷ് രാഷ്ട്രങ്ങൾക്കൊരു തകർച്ചയുണ്ടാവും. അമേരിക്ക പാർഷ്യലായിട്ട് തകർന്നുകൊണ്ടിരിക്കുക. യിരെമ്യാ പ്രവചനം ഇന്നലെ രാത്രി 22-ന്റെ 20-ഉം 21-ഉം വായിച്ചു ശ്രദ്ധയോടെ. ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു, പണ്ടേ ഇസ്രായേലെ നീ അനുസരിക്കത്തില്ല. നിന്റെ സ്നേഹിതന്മാർ നിന്നെ വിട്ടുപോകും, നിന്റെ മണ്ണിൽ ഒരു നിലവിളി ഉയരും. അതാ ഇന്നലെ അവസാനമായി വായിക്കുന്ന ഒരു തൊട്ടുഭാഗം. അതിനോടനുബന്ധിച്ച് ഒരു ഭാഗ്യവും കൂടെ വായിച്ചു. ഈ ലോകത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ഇവിടുത്തെ നല്ല ബുദ്ധിജീവികൾക്കറിയാം. അതുകൊണ്ട് അവർ പറയുന്നു ഭൂമി വിട്ടേ പോകാൻ പറ്റൂ. അതിനാസ്പദമായി ഒബദ്യാവെന്ന് പറയുന്ന കൊച്ചു പ്രവാചകൻ എഴുതി. ഒബദ്യാവ് 4, മനുഷ്യ നീ കഴുകനെ പോലെ ചിറകടിച്ച് നക്ഷത്രങ്ങളുടെ ഇടയിൽ പോയി കൂടുവെച്ച് പാർത്താലും അതിൻ്റെ നടുവിൽ നിന്ന് ഞാൻ നിന്നെ ഇളക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമുക്കൊരു നിത്യ വീടുണ്ട്. ആ വീട്ടിലേക്കായിരിക്കും നമ്മുടെ യാത്ര. അതായിരിക്കും ഈ രാത്രിയിലെ പ്രഭാഷണം. കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ സൂചി ചലിക്കുന്നത് പോലെ ലോക സംഭവങ്ങൾ മുഴുവൻ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ
ഇന്ന് രാത്രി അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാഗതമായ വിട്ട് അനന്തതയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്കൊരു പ്രതിഫലമായി എൻ്റെ നാഥൻ വരുമെന്ന് തിരുവചനം ഉയർത്തിപ്പിടിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി 31ാമത് പിണർവിള കൺവെൻഷനിൽ ദൈവമുഖത്തേക്ക് നോക്കി പറയും, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുകയും കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി ഇന്ന് രാത്രി ദൈവ കുഞ്ഞുങ്ങളെ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വായിക്കുന്നു സക്കറിയ പ്രവചനം 12-ാം അധ്യായം 2-3 വാക്യങ്ങൾ. സക്കറിയ പ്രവചനം 12, 2-3 വാക്യങ്ങൾ മുഴുവൻ ഇന്ന് രാത്രി പ്രവചനവും ചരിത്രവുമാ. സക്കറിയ പ്രവചനം 12, 2-3 വാക്യങ്ങൾ വായിച്ചിട്ട് മക്കളെ. ഞാൻ യെരൂശലേമിനെ, ഒന്നാമത്തെ പഠന ഭാഗം, ഞാൻ യെരൂശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമ പാത്രമാക്കും. 1 ജെറുസലേം, 2 പരിഭ്രമ പാത്രം. പഠിച്ചുകൊണ്ടേ പോകാൻ പറ്റൂ. അടുത്ത വാക്ക് യെരൂശലേമിന്റെ നിരോധത്തിങ്കൽ അത് യഹൂദയ്ക്ക് വരും. 3-ാമത്തെ ഭാഗം, അന്നാളിൽ ഞാൻ ജെറുസലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വയ്ക്കും. 3-ാമത്തെ ഭാഗം, ജെറുസലേമിനെ ഞാനൊരു ഭാരമുള്ള കല്ലാക്കി വെക്കും. 4-ാമത്തെ ഭാഗം, അതിനെ ചുമക്കുന്നവരൊക്കെയും ജെറുസലേമിന്റെ വിഷയത്തിൽ കരം തൊടുന്നവരെല്ലാം കഠിനമായി മുറിവേൽക്കും. ഇതിന്റെ പേരാ 3-ാം ലോക മഹായുദ്ധം. അന്നാളിൽ ജെറുസലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഞാനൊരു പരിഭ്രമ പാത്രമാക്കും. സകല ജാതികളും കോവിഡിന്റെ മറവിൽ റഷ്യയോട് ചേർന്ന് അതിനെതിരെ വിരോധമായി കൂടി വരും. അതിനെ ചുമക്കുന്നവർ മുഴുവൻ കഠിനമായി മുറിവേൽക്കപ്പെടും. കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാം. മഹത്വവാനായ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ തിരുസാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ചതഞ്ഞ ഉടയ്ക്കാത്ത നല്ല ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത നല്ല ദൈവം, നമ്മുടെ ആവശ്യഭാരങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ കരുണാമയനായ കർത്താവ് ഇന്ന് രാത്രി ദൂതസജ്ജവുമായി നമ്മുടെ നടുവിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന കർത്താവ്, ഇന്ന് രാത്രി സഹോദര സഹോദരി വീരൻ ഇറങ്ങി വരുന്നത് നിന്റെ പരാജയം ല്ല. നീ പരാജയപ്പെട്ട സ്ഥാനത്ത് ഇന്ന് രാത്രി നിന്നെ ഉയർത്തുക. സർവശക്തന്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന രാത്രിയാ. എത്ര പേർക്ക് ഇന്ന് രാത്രി ആഴമായി ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? 2018 കണ്ടവർ 19 കണ്ടില്ല മക്കളെ, 19 കണ്ടവർ 20 കണ്ടില്ല മക്കളെ, 20 കണ്ടവർ 21 കണ്ടില്ല മക്കളെ, 21 കണ്ട പലരും 22 കണ്ടില്ല. 22 ജനുവരി കണ്ടവർ ഈ 9-ാം മാസം ഭൂമിയിൽ ഇവിടെ ഇല്ലാതിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഭൂമിയുടെ പുൽപ്പരപ്പിൽ നിന്നെയും നിന്റെ കുടുംബത്തെ ശേഷിപ്പിച്ച മഹാദൈവത്തിന് ഇന്ന് രാത്രി എന്ത് പകരം നീ കൊടുക്ക്. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ വന്ന് ഒരിക്കൽ കൂടി അപ്പാ പിതാവേ എന്ന് വിളിക്കുക. നിന്റെ അതരങ്ങളെ ബലപ്പെടുത്തിയതിനാൽ ഇന്ന് രാത്രി കൺവെൻഷൻ ഗ്രൗണ്ടിൽ കാലുകൾ കൊണ്ട് നടന്നു വരുവാൻ സർവശക്തനായ ദൈവം നിന്റെ കാലുകളെ ബലപ്പെടുത്തിയതിനാൽ മാൻപേടകളുടെ കാലുകളെ തുള്ളിക്കുന്നത് പോലെ കോവിഡിന്റെ മറവിൽ നിന്നെ ഓടി ഓടി നടക്കുവാൻ സർവശക്തനായ കർത്താവിന്റെ കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടെന്ന് ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി അതരം പൂട്ടിയിരിക്കാനല്ല, ഇന്ന് രാത്രി അതരബലമെന്ന സ്തോത്രയാകും. ഇന്ന് രാത്രി അതരബലമെന്ന സ്തോത്രയാകും ദൈവസന്നിധിയിൽ. ശിശുക്കളുടെ മുല കുടിക്കുന്നവരുടെ വായിൽ ഞാൻ ഒരു അമിത ബലം വെച്ചിട്ടുണ്ട്. അന്ത്യനാളിൽ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ഒരു കൂട്ടം എഴുന്നേൽക്കുക. ഇന്ന് രാത്രി യോഗ പരമ്പരകൾ മുഖാന്തരമാകട്ടെ. 9-ാം മണി നേരം ദൈവാലയത്തിലേക്ക് പോകുന്ന ആലയത്തിന്റെ പേര് സുന്ദരമെന്ന ദൈവാലയമാണ്. അത് ഇസ്രായേലിന്റെ ആലയമാ. സുന്ദരമെന്ന ദൈവാലയം കഴിഞ്ഞ 3.5 വർഷമായി അമ്മയുടെ ഉദരം മുതൽക്ക് മുടന്തനായ ഒരുവനെ അവിടേക്ക് കൊണ്ടുവരുത്തുകയില്ല. അവനെ കൊണ്ടുവന്നാൽ പള്ളിപ്രമാണിമാർ വിചാരിച്ചു യേശു തൊടും അവൻ സൗഖ്യമാക്ക്. യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോയി. പള്ളിപ്രമാണിമാർ വിചാരിച്ചു ഇനി കുഴപ്പമില്ല, യവനെ ആര് സൗഖ്യമാകത്തില്ല. അപ്പോൾ ഈ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിൽ അമ്മയുടെ ഉദരം മുതൽക്ക് മുടന്തനായ ഒരുവനെ കൊണ്ടിരുത്തി. അവന് രോഗസൗഖ്യമല്ല വേണ്ടത്, അവന് ഭിക്ഷ വേണം. അപ്പോസ്തല പ്രവൃത്തി 1 തുടങ്ങുന്നത് യേശുനാഥൻ പറഞ്ഞു ഈ വാഗ്ദത്തത്തിന്റെ ശക്തി പ്രാപിച്ചിട്ട് വേണം നിങ്ങൾ പട്ടണം വിട്ടു പോകുവാൻ. 2-ാമത്തെ അധ്യായത്തിൽ സഗിയോൻ മാളിക മുറിയിൽ അവർ കരഞ്ഞ് നിലവിളിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ കൃപ അവർക്ക് ലഭിക്കുന്നു. 1 വാഗ്ദത്തം മുറുകെ പിടിക്കുന്നു, 2 അത് പ്രാപിക്കുന്നു, 3 9-ാം മണി നേരം സുന്ദരം എന്ന ദൈവാലയ ഗോപുരത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവകുഞ്ഞുങ്ങൾ യാത്രയാകുന്നു. അമ്മയുടെ ഉദരം മുതൽക്ക് മുടന്തനായ ഒരുവൻ പറയുന്നു സഹോദരന്മാരെ ദൈവദാസന്മാരെ എനിക്ക് വല്ലതും തരണേ. ആ ദൈവ കുഞ്ഞുങ്ങൾ അവിടെ മുട്ടുമടക്കുവാനിടയായി. ഹല്ലേലൂയ. മുടന്തനായ കുഞ്ഞിന്റെ കരം പിടിച്ചിട്ട് പറഞ്ഞു മകനെ ഞങ്ങളുടെ കൈ പൊന്നും വെള്ളിയും ഒന്നുമില്ല, യേശുവിന്റെ വലിയ നാമമുണ്ട്. ആ കരമൊന്ന് തൊട്ടപ്പോൾ അവന്റെ കാലുകൾക്കകത്ത് ഒരു ചലനമുണ്ടായി. അവന്റെ
രക്തം ചലിക്കുവാൻ തുടങ്ങി, ഞരമ്പുകൾ ചലിക്കുവാൻ തുടങ്ങി, നരയാണികൾ ചലിക്കുവാൻ തുടങ്ങി. അവൻ ചാടി എഴുന്നേറ്റ് തുള്ളി ചാടുവാൻ തുടങ്ങി. ഇന്ന് രാത്രി കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റ ദൈവത്തിന്റെ കരം ഈ അവസാന രാത്രി ഗ്രൗണ്ടിനകത്ത് വെളിപ്പെടുന്ന രാത്രിയാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഒരുക്കുവാൻ കഴിയും? ഇന്ന് രാത്രി ആ സഹോദരന്മാർ തൊട്ട വലിയ നാമം ഇന്ന് രാത്രി എൻ്റെ കുഞ്ഞുങ്ങളെ തൊടണമേ, എൻ്റെ കുടുംബത്തെ തൊടണമേ. ഇന്ന് രാത്രി എൻ്റെ രോഗക്കെട്ടുകളിനകത്ത് അവൻ്റെ കാൽവറിയിൽ അടിപ്പിണറിന്റെ കരം ഇന്ന് രാത്രി തൊട്ടാൽ ഈ കൺവെൻഷൻ പ്രാർത്ഥിച്ച് അവസാനിക്കുമ്പോൾ എൻ്റെ മുടന്തായ കാലുകളുടെ മേലൊരു പ്രകാശം തരുക, കുരുടായ കണ്ണുകളുടെ മേലൊരു പ്രകാശം തരുക. ഇന്ന് രാത്രി എന്നെ മൂടിക്കൊണ്ടിരിക്കുന്ന രോഗക്കെട്ടുകളിൽ മേൽ ഒരു അത്ഭുത വെളിച്ചം തരുക. ഇന്ന് രാത്രി നല്ലവനായ കർത്താവിൻ്റെ കരം എനിക്ക് വേണ്ടി ചലിക്കുന്ന രാത്രിയാണ്. ആത്മാവിൽ വിശ്വസിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ ഇന്ന് രാത്രി പ്രവർത്തിപ്പാൻ കരുണാമയനായ കർത്താവ് ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന രാത്രിയാ. കണ്ണുകൾ മൂടാൻ കരുണാമയനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപ്പാദ പീഠത്തിലേക്ക് വരുന്നു. കഴിഞ്ഞ 2 രാത്രി ഞങ്ങളെ അനുഗ്രഹിച്ച മഹാദൈവം ഇന്ന് രാത്രി ദൂത സഞ്ചയവുമായി ഞങ്ങളുടെ നടുവിലേക്ക് വന്നിരിക്കുന്നതിനാൽ ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. സാറാബുകളുടെ ചിറകടിയുടെ ശബ്ദം ഇന്ന് രാത്രി പിണറുവളം മുടങ്ങുന്നതിനായി ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു. ഊരിപ്പിടിച്ച വാളുമായി ദൈവത്തിന്റെ ദൂതന്മാർ ഇന്ന് രാത്രി ഇവിടെ കാവൽ ചെയ്തിരിക്കുന്നതിനായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം നല്ലതെന്ന് പറയുക. നല്ല നിലത്ത് വീണ വിത്ത് പോലെ 31ാമത് പിണറുവിള കൺവെൻഷനകത്ത് കേട്ട വചനം ഹല്ലേലൂയ 30, 60, 100 മേനി ഫലം കായ്പാൻ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത് പോലെ ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ എൻ്റെ യേശു ചൊല്ലി ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ. തിരുവെഴുത്ത് പറയുന്നത് പോലെ എൻ്റെ ഉള്ളിൽ വിശ്വസിക്കുന്നവന്റെ അകത്ത് നിന്ന് ജീവജല നദി ഇന്ന് രാത്രി പട്ടണത്തിൽ ഒഴുകട്ടെ. ഒരു അഭിഷേകത്തിന്റെ നദി ഇന്ന് രാത്രി ഒഴുകട്ടെ. ഒരു പുറപ്പാടിന്റെ നദി ഇന്ന് രാത്രി ഒഴുകട്ടെ. ഒരു അത്ഭുത രോഗശാന്തിയുടെ നദി ഇന്ന് രാത്രി ഒഴുകട്ടെ. ആയിരങ്ങൾ യേശുവിനെ കാണുക. ഇന്ന് രാത്രി ഒരു ഉണർവിന്റെ കാറ്റ് ചെമ്പൂരും ഈ പട്ടണത്തിനകത്ത് വെളിപ്പെടുക. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ജയമെടുക്കുന്നു. കുടുംബങ്ങൾക്കെതിരെ കുഞ്ഞുങ്ങൾക്കെതിരെ പോരാടുന്ന എല്ലാ അന്ധകാര കെട്ടുകൾ, എല്ലാ ദുരാത്മ ശക്തികൾ, എല്ലാ മന്ത്രതന്ത്രവാദ ശക്തികൾ ഇന്ന് രാത്രി സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. കഴിഞ്ഞ 2 ദിനങ്ങളിൽ ഞങ്ങളെ അനുഗ്രഹിച്ച നല്ലവനായ കർത്താവ് ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്നിട്ടുണ്ടല്ലോ. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിൻ്റെ പൊരുളുകളെ തിരിക്കണം. ശബ്ദം വെളിച്ചമെല്ലാം തിരുമെനിക്കാക്ക്. ഈ മക്കളെല്ലാം ഇന്ന് രാത്രി അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ ഇന്ന് രാത്രി ഒന്ന് മാറ്റണമേ. ദുഃഖത്തോടെ വന്ന മക്കളുടെ ദുഃഖങ്ങൾ ഇന്ന് രാത്രി മാറണമേ. പ്രയാസത്തോടെ ആരെങ്കിലും ഈ ഗ്രൗണ്ടിലിരിക്കുന്നെങ്കിൽ കാൽവറിയിലെ അടിപ്പിണറിൻ്റെ വല്ലഭത്വം ഇന്ന് രാത്രി വെളിപ്പെടണമേ. ഈ പട്ടണവും ദേശവും യഹോവയാൽ മാനിക്കപ്പെടും. ഒല്ലിൽ ഒരു രാത്രി കൂടി നാഥനെ ഞങ്ങൾ ഉയർത്ത്. പ്രാർത്ഥന മാനിച്ചതിനായി സ്തോത്രം. മഹത്വമെല്ലാം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശക്തിയോടെ സ്തുതിച്ചാട്ടെ. ഉണർവോടെ സ്തുതിച്ചാട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനഭാഗമായി ഇന്ന് രാത്രി നാം തൊട്ടുവെച്ചത് സക്കറിയ പ്രവചനം 12:2-3. പഴയ നിയമത്തിൽ 39 പ്രവചനങ്ങളാണ് ഉള്ളത്. ആ പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങൾ, അതിൽ 17 പ്രവചനങ്ങളാണ് ഉള്ളത്. അവസാനത്തെ 2 പ്രവചനങ്ങളാണ് സക്കറിയാവും മലാക്കിയും. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് 550 കൊല്ലം മുമ്പ് ഭക്തനായ സക്കറിയാവിൽ കൂടി എഴുതിയ ഒരു അന്ത്യകാല പ്രവചനമാണ് സക്കറിയ പ്രവചനം. 14 അധ്യായങ്ങൾ സ്വർഗത്തിലെ ദൈവ സക്കറിയാവിനെ കൊണ്ട് എഴുതിപ്പിച്ചു. 211 വാക്യങ്ങൾ ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജെറുസലേമിനെ പറ്റിയും യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെ പറ്റിയും വരാനിരിക്കുന്ന ഇസ്രായേലിൻ്റെ ന്യായവിധിയെപ്പറ്റിയും സ്വാഭാവികമായി ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 2 വ്യത്യസ്ത കോണുകളിൽ നിന്ന് സെരബാബേലിനെയും യോശുവ പുരോഹിതനെയും കാണിക്കുന്നു. ഇന്ന് രാത്രി അന്തിമ ദിനങ്ങളെ പറ്റി ഒരു ദൂത അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിലൊന്ന് 4 ഭാഗങ്ങളായി സക്കറിയ 12:2-3 അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അന്നാളിൽ ജെറുസലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഞാനൊരു പരിഭ്രമപാത്രമാക്കും. 1 ജെറുസലേം, 2 പരിഭ്രമപാത്രം, 3 ഇതൊരു ഭാരമുള്ള കല്ലാകും, 4 റഷ്യയുടെ നേതൃത്വത്തിൽ അറബ് ലീഗ് മുഴുവൻ ഇതിനെതിരെ വിരോധമായി കൂടി വരും. ഇതായിരിക്കും ചിന്തിക്കുന്നത്. അപ്പോൾ 1ാമത്തെ ഭാഗത്തിലേക്ക് കിടക്കാം. ആരാ ജെറുസലേം? എവിടെയാ ജെറുസലേം? എങ്ങനെ ഈ വിഷയം ലോകത്തിൽ വന്നു? ഇനിയുള്ളതൊരു സീരിയൽ പോലെ പോയിട്ട് ഞാൻ തിരിച്ചു വാക്യത്തിൽ വരത്തോളൂ. നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ ഉൽപ്പത്തി 1 ആദ്യ ദിവസം മുതൽ ഞാൻ പറയുന്നു പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. 2 മനുഷ്യനെ സൃഷ്ടിച്ചു. 3 പാപത്തിൻ്റെ സൃഷ്ടിയായി മനുഷ്യനിലേക്ക് മരണം വരുന്നു. തീർന്നില്ല.
ആ കാലഘട്ടത്തിനകത്ത് ഉൽപ്പത്തി 5 വരുമ്പോൾ ഏറ്റവും ആയുസുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഹാനോക്കിൻ്റെ മകനായ മെഥൂശലഹ് 969 സംവത്സരം ജീവിച്ചു. ഉൽപ്പത്തി 6 കഴിയുമ്പോൾ വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. 6ന്റെ തുടക്ക ഭാഗത്തിൽ ലോകത്തിലെ കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാർ, ലോകത്തിൻ്റെ പുത്രിമാരെ തിരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ സ്വർഗത്തിലെ ദൈവം 120 സംവത്സരമായി ആയുസ്സിനെ മാറ്റി. പാപം ചെയ്ത ദൈവത്തിൻ്റെ മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തിയപ്പോൾ ആ കാലത്ത് സ്വർഗത്തിലെ ദൈവം ഒരു കിത്തനെ കണ്ടു. മെഥൂശലഹിൻ്റെ മകനായി ലാമേക്കിൻ്റെ മകനായി ഒരുവനുണ്ടായിരുന്ന നോഹ, ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും. നോഹയോട് ദൈവം പറഞ്ഞു, കുഞ്ഞെ, ഒരു പെട്ടകം പണിയണം, 350, 30 നീളം, വീതി, വിസ്തീർണം, അങ്ങനെ ഒരു പെട്ടകം പണിയാൻ പറഞ്ഞു. ഗോഫേർ മരം കൊണ്ട് നോഹയോട് പ്രസംഗിക്കുവാൻ പറഞ്ഞു. ശക്തമായ സുവിശേഷ പ്രസംഗം, അഥവാ ജനം മാനസാന്തരപ്പെടുവാൻ. നോഹ കാലത്തെയും വൈകിട്ടും എല്ലാം പ്രസംഗിച്ചു. അക്കാലത്ത് ഒരു ജഡവും മാനസാന്തരപ്പെട്ടില്ല. നോഹയോട് സ്വർഗം പറഞ്ഞു, പെട്ടകത്തിലേക്ക് കയറിക്കോളാൻ പറഞ്ഞു. സ്വർഗം പെട്ടകത്തിൻ്റെ വാതിലടച്ചു. 40 രാവും 40 പകലും ആകാശത്ത് നിന്ന് മഴ പെയ്തു. ആ പെട്ടകം വെള്ളത്തിനകത്ത് കിടന്ന് കറങ്ങി. ഒടുവിൽ ആ പെട്ടകം എവിടെ പോയി? അരാരാത്ത് പർവ്വതത്തിനകത്തുറച്ചു. അവസാന രാത്രി ഒരു ദൂത് മനസ്സിലാക്കണം. രക്ഷയുടെ പെട്ടകത്തിനകത്ത് കയറിയാൽ ഉടനെയൊന്നും വലിയ വിടുതലൊന്നും കിട്ടത്തില്ല. നോഹ പെട്ടകത്തിനകത്ത് കയറി. പെരുങ്കാറ്റും കൊടുങ്കാറ്റ് സുനാമി തിരകളൊക്കെ വന്നു. നോഹയുടെ കുഞ്ഞുങ്ങളും പറഞ്ഞു, പപ്പായോട് സ്വർഗം പറഞ്ഞതെല്ലാം കള്ളമാണ്, നമ്മൾ കടലിൽ മുങ്ങാൻ പോകുക. അമ്മാമ്മയും പറഞ്ഞു, നാട്ടുകാരത് അറിഞ്ഞതുകൊണ്ടാണ് കയറാതിരുന്നത്, ഇപ്പം നമ്മളും കടലിൽ മുങ്ങാൻ പോകുക. പക്ഷേ പെട്ടകം വെള്ളത്തിനകത്ത് ആടി ഉലഞ്ഞെങ്കിലും സ്വർഗത്തിലെ ദൈവം അതിനെ കാത്തു. അവസാനം അതെവിടെ കൊണ്ട് ചെന്നെത്തിച്ചു? അരാരാത്ത് പർവ്വതത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം കൊണ്ടെത്തിച്ചു. ഇന്ന് രാത്രി ദൂത് മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ സ്ട്രക്ചർ പ്രകാരം, ദൈവത്തിൻ്റെ അടുക്ക് പണിയാൽ, നീളം, ഗുണം, വീതി, വിസ്തീർണം ഇതെല്ലാം ഉള്ള ഒരു പെട്ടകം ജലത്തിനകത്ത് അല്പമാടി ഉലഞ്ഞെങ്കിൽ ഇന്ന് രാത്രി അതിനെ അരാരാത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം കൊണ്ടുറപ്പിച്ചു. ഇന്ന് രാത്രി ദൂത് മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. നിന്റെ ജീവിതം ക്രിസ്തീയ ജീവിതമാണ്. കഷ്ടപ്പാടിൻ്റെയും പ്രതിസന്ധിയുടെയും പ്രതികൂലത്തിൻ്റെയും ജീവിതമാണ്. അതിൻ്റെ നടുവിൽ പോരാട്ടങ്ങളും പ്രതികൂലങ്ങളും ആഞ്ഞടിച്ചാൽ ഇന്ന് രാത്രി പിണർവിള കൺവെൻഷനിൽ അവസാന രാത്രി വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ പറയണം, അടിസ്ഥാനമിട്ടത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? അടിസ്ഥാനമിട്ടത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ അല്പ കാറ്റടിച്ചാലും അല്പ പ്രതികൂലം വന്നാലും പടകിനകത്ത് ചില ഇല്ലായ്മകൾ വന്നാലും അടിസ്ഥാനമിട്ടവനൊരു പദ്ധതി ഉണ്ടെങ്കിൽ അതിൻ്റെ നടുവിൽ 40 ദിനം മഴ പെയ്താൽ തിരമാലകൾ നിനക്കെതിരെ ആഞ്ഞടിച്ചാൽ അട്ടകാരകത ബൗഡ അടിസ്ഥാനമിട്ടവൻ്റെ വാക്ക് വിശ്വസിച്ച് നീ യാത്ര ചെയ്യുവാൻ തയ്യാറായാൽ നിന്റെ പെട്ടകത്തെ അരാരത്തിനകത്ത് ഉറപ്പിക്കുക. സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നു? ആദിയെങ്കിൽ കൈപ്പെങ്കിലും അന്ത്യത്തിൽ മധുരമാക്കുന്ന ഒരു ദൈവമുണ്ട്. വചനപ്രകാരം അടിസ്ഥാനമിട്ട പെട്ടകത്ത് കടലിനകത്ത് മുക്കുന്നവനല്ല ദൈവം, അതിൻ്റെ നടുവിൽ അരാരത്തിനകത്ത് നിന്നെ ഉറപ്പിക്കുക. ലോകയുടെ പെട്ടകത്തിന് വേണ്ടി ഒരു കരമിറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി തളർന്ന കരമല്ല നിന്നെ വിളിച്ചിരിക്കുന്നത്. അന്ത്യം വരെയും വഴി നടത്തുവാൻ കരുത്തുറ്റ കരുണാമയനായ ദൈവത്തിൻ്റെ കരമാ ഈ രാത്രി നിന്നെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇന്ന് രാത്രി സഹോദരി വിളിച്ചു പറ, ഭ്രമിച്ചു നോക്കണ്ട. അവൻ നിന്നെ വിളിച്ചു വേർതിരിച്ച ദൈവം, അവൻ്റെ നീതിയുടെ വലങ്കര നിനക്ക് വേണ്ടി അന്ത്യം വരെ വെളിപ്പെടും. ദൂത് മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. സ്തോത്രം. അരാരാത്തിനകത്ത് പെട്ടകം ഇറങ്ങി. ഇപ്പം വീട്ടിൽ ബൈബിൾ വായനയൊന്നുമില്ല. ആ സമയത്ത് നോഹ അവിടെ ചെന്നപ്പോൾ നല്ല സുന്ദരമായ പ്രദേശം, നമ്മുടെ കുരിശുമല കണക്ക് ആറാട്ടൂരിയുടെ അവിടെ കിടക്കുന്ന നല്ല സ്ഥലമാണ്. അപ്പോൾ തന്നെ JCB ഒക്കെ വിളിച്ച് നല്ല കൃഷി തുടങ്ങി. ആദ്യം ഇട്ടത് മുന്തിരിയായിരുന്നു. നല്ല കൃഷി ഇങ്ങനെ തുടങ്ങിയപ്പോൾ തമിഴ്നാട്ടിലും കേരളത്തിലും എക്സ്പോർട്ട് ചെയ്തപ്പോൾ ആരാണ്ടി എന്ന് നോഹയുടെ അടുത്ത് പറഞ്ഞു, ഇത് വാറ്റിയാൽ നല്ല വൈൻ കിട്ടും, അച്ചായന് നല്ല കാശ് കിട്ടും, നമുക്ക് പൈസ ഇല്ല നോട്ട്. നോഹ നല്ലതുപോലെ മുന്തിരി വാറ്റാൻ തുടങ്ങി. കുപ്പിക്കടിച്ച കേസ് കണക്കിന് വിൽക്കാൻ തുടങ്ങിയപ്പോൾ ഏതോ ഉപദേശി പിന്മാറ്റത്തിൽ ചെന്ന ഉപദേശി ചെന്ന് എന്തോ പറഞ്ഞെന്നറിയാം, അച്ചായ ഇച്ചിരി കുടിച്ചാലും കുഴപ്പമില്ല, സ്വർഗരാജ്യത്തിൽ പോകുന്നു, സന്തോഷമില്ലല്ലോ, 30 അടിച്ചാലും കുഴപ്പമില്ലെന്ന് ഇങ്ങനെ പറയുന്നവന്മാരും ഇപ്പോൾ ഉണ്ട്. വിഷമിക്കേണ്ട. സ്വോത്രം. നോഹ ആദ്യം 30 അടിച്ചു, ജഡത്തിൻ്റെ രാഗമോഹം കയറി 60 അടിച്ചു, 90 അടിച്ചപ്പോൾ പിന്നെ നമ്മുടെ ജമ്പൂരുകാരുടെ ഭാഷയെ പറഞ്ഞ മലയാളം പറഞ്ഞ ഉടുതുണിയില്ലാതെ കുടിലിനകത്ത് കിടക്കുക. സ്വോത്രം. ഉച്ചയ്ക്ക് ചെറുപ്പക്കാർ വന്നപ്പോൾ പണ്ട് സൂച്ചേട്ടൻ പ്രസംഗിച്ച് അപ്പച്ചൻ കിടക്കുന്ന കണ്ടിട്ട് യവന്മാരൊന്ന് ചിരിക്കുകയും ചെയ്തപ്പോൾ കെട്ടുവിട്ട്, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ഒന്ന് കണ്ണ് തുറന്ന്
തുറന്ന് നോക്കിയപ്പോൾ നോഹ മക്കളെ ശപിക്കുവാൻ തുടങ്ങി. ദേശത്തിന് വേണ്ടി പ്രസംഗിച്ച ഉപദേശി ജഡത്തിന്റെ രാഗമോഹമാകുന്ന മദ്യം കഴിച്ചു കഴിഞ്ഞിട്ട് ആരെ ശപിച്ചു? മക്കളെ ശപിച്ചു. കനാൻ ശപിക്കപ്പെട്ടവൻ. അപ്പോൾ സ്വർഗം പറഞ്ഞു, നിന്റെ കാര്യം പോക്കാൻ ഞാൻ പോവാന്ന്. സ്വോത്ര സന്തോഷമില്ലല്ലോ. സ്വർഗം അവിടുന്ന് യാത്ര ചെയ്തു. എവിടത്തേക്ക് പോയെന്നറിയാം? ഇറാഖിന്റെ പട്ടണത്തിനകത്ത് ആദമ്യ കുടുംബത്തിൽ ശേത്തിന്റെ തലമുറയായി വരുന്ന ഒരു സന്തതിയുണ്ട്. അഥവാ മെസപ്പൊട്ടോമിയയിലെ നഗരം കൽദയപട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം കാണുന്നു. തേരഹിന്റെ മകനായ അബ്രഹാം അവിടെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി പാർത്തുകൊണ്ടിരിക്കുന്ന അബ്രഹാമിനോട് സ്വർഗം പറഞ്ഞു, എഴുന്നേറ്റ് മക്കളെ, നീ ഇവിടെ ഇരിക്കേണ്ട, യാത്ര ചെയ്യാൻ പറഞ്ഞു. ഒരു വാഗ്ദത്തത്തിന്റെ പ്രോമിസ് അവന്റെ കയ്യിൽ കൊടുത്തു. ഉൽപ്പത്തി 12:1 നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിന്റെ തലമുറ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, ഭൂമിയിലെ പൊടി പോലെ, കടൽക്കരയിലും മണൽത്തരി പോലെ ഞാൻ അനുഗ്രഹിക്കും. വാഗ്ദത്തം കേട്ടവൻ യാത്രയായി 1498 കിലോമീറ്റർ അബ്രഹാം സഞ്ചരിച്ചു. വന്നത് വാഗ്ദത്ത കനാൻ. വിളി കേൾക്കാത്ത ഒരുവനും കൂടെ ഉണ്ടായിരുന്നു. അവന്റെ പേരായിരുന്നു ലോത്തെ. ഇപ്പോൾ കനാനിൽ വന്ന ആടുമാടുകളായി 2 കല്യാണം നടന്നു. അതിൽ അബ്രഹാമിനൊരു അമ്മാമയെ കിട്ടിയ പേര് സാറ. ലോത്തിന്റെ അമ്മാമയുടെ പേര് ബൈബിളിലുമില്ല, ഗൂഗിളിലുമില്ല. കണ്ടില്ലയോ? അങ്ങനെ ഒരു അമ്മാമയായിരുന്നു ലോത്തിന്റെ അമ്മാമ. ലോത്തിന്റെ അമ്മാമ വീട്ടിൽ വന്നിട്ട് പാട്ടുപാടക്കവും പ്രാർത്ഥനയല്ല തുടങ്ങിയത്. അവർ വസ്തുവിന്റെ പ്രമാണവും രജിസ്ട്രേഷനും തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടിനകത്ത് 2 കഞ്ഞിവെപ്പായി, 2 കലമായി, 2 ഗ്യാസായി, 2 റേഷൻ കാർഡായി. 2 സഹോദരന്മാരെ സഭയിലും എങ്ങനെയും കൊണ്ടുപോകാം, വീട്ടിലും കൊണ്ടുപോകാം. 2 അമ്മാമ്മമാരെ കൊണ്ടുപോകാൻ സ്വർഗം വിചാരിച്ചാലും പറ്റത്തില്ല. ഇത് തന്നെ അവറാച്ചാൻ്റെ വീട്ടിൽ നടന്നത്. അങ്ങനെ ഒരു വീട് വെപ്പും വീതം മാറ്റുമെല്ലാം നടന്നു. അബ്രഹാമിന് എവിടെ കിട്ടിയെന്നറിയാമോ? തേക്കുപാറയും വമ്പൂരിയും മൂങ്ങോടും മണലിയും കിട്ടി. പാവപ്പെട്ട അബ്രഹാം അവിടെ മമ്രയുടെ തോപ്പിൽ കിടന്നു. ലോത്ത് അവിടെ കൊണ്ടുപോയി കാട്ടാക്കടയും നെയ്യാറ്റിൻകരയും വെള്ളറുടെ എല്ലാം കൊണ്ടുപോയി സോതവും നല്ലത് കണ്ണുള്ളതെല്ലാം തെരഞ്ഞെടുത്തു. അങ്ങനെ ഇരുന്നപ്പോൾ ലോത്തിന്റെ വീട്ടിനകത്ത് ദൈവത്തിന്റെ ന്യായവിധി ഇറങ്ങി വരുന്നു. ആ സമയത്ത് അബ്രഹാമിന് ഒരു തലമുറ ലഭിക്കുന്നു, ഇസഹാക്ക്. ഇസഹാക്കിന് ശേഷം ഇസഹാക്കിന്റെ തലമുറയായി 2 കുഞ്ഞുങ്ങൾ വരുന്നു. ഒരുവന്റെ പേര് യാക്കോബ്, ഒരുവന്റെ പേര് ഏശാവ്. ഇസഹാക്ക് കുഞ്ഞുങ്ങൾക്കിട്ട പേര് യാക്കോബ്, മറ്റവന്റെ പേര് ഏശാവ്. ഏശാവ് ആയിരുന്നു വനശാലിയും വേട്ടക്കാരനും, നല്ല വനവേട്ടക്കാരായിരുന്നു. യാക്കോബ് നമ്മുടെ ചെമ്പൂരിലെ ചെറുപ്പക്കാരുടെ കണക്കായിരുന്നു. വീട്ടിൽ കറങ്ങിയുന്ന അപ്പനെ അമ്മയെ ലാത്തിയടിച്ച് ചുരിദാറി പിടിച്ച് കാശും മേടിച്ച് ചിക്കൻ കഴിച്ചുകൊണ്ടിരിക്കുന്നവനായിരുന്നു യാക്കോബ്. സന്തോഷമില്ലല്ലോ, ഉപായിയായ യാക്കോബ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ചേട്ടന് എന്തോ ചെയ്തു? വനാന്തരത്തിൽ നല്ല വേട്ടയ്ക്ക് പോയി. നല്ല ഉച്ച സമയം, ഇപ്പോഴത്തെ കണക്ക് മഴ കഴിഞ്ഞ് ഉച്ച സമയം. അപ്പോൾ യാക്കോബ് പണ്ടേ ഡോക്ടറേറ്റ് എടുത്ത തട്ടിപ്പിൽ എങ്ങനെയെങ്കിലും ചേട്ടൻ്റെ അവകാശം തട്ടിയെടുക്കണം. അന്ന് അവൻ ചെമ്പൂർ സൂപ്പർ മാർക്കറ്റിൽ പോയി നല്ല ബിരിയാണി റൈസ് എല്ലാം മേടിച്ചു, നല്ല വെർമസലി എല്ലാം മേടിച്ചിട്ട് നല്ലൊരു പായസം വെച്ചു. പായസത്തിൻ്റെ മേളിൽ നമ്മൾ എസൻസ് കുടയുന്ന പോലെ ഒരു കുടച്ചിലും കുടഞ്ഞ്. സന്തോഷമില്ലല്ലോ. ഉച്ചയ്ക്ക് ഇവൻ വനശാലി വന്നപ്പോൾ അടപ്പെടുത്ത് മാറ്റി വെച്ചു. ഏശാവിൻ്റെ മൂക്കിലേക്ക് നല്ല ചുവന്ന പായസത്തിൻ്റെ സ്മെല്ലടിച്ചപ്പോൾ യാക്കോബ് കലമടച്ചു. സ്വോത്രം. ഏശാവ് പറഞ്ഞിടാ 2 ഗ്ലാസ് എങ്കിലും തരാം. യാക്കോബ് പറഞ്ഞു, തരാം, നിന്റെ ചേട്ടനാകുന്ന അവകാശം എനിക്ക് തന്നാൽ നിനക്ക് ഞാനിത് തരാം. ഒന്ന്, ഏശാവ് ദൈവസന്നിധിയിൽ പട്ടുപോകാൻ കാര്യം അല്പനേരത്തെ പായസത്തിന് വേണ്ടി അവൻ അവകാശത്തെ നഷ്ടപ്പെടുത്തി. സന്തോഷമില്ലല്ലോ. അയ്യോ, തട്ടുകടയിലെങ്കിലും പോയി ഒന്ന് മേടിച്ച് കുടിച്ചാൽ മതിയായിരുന്നു. അവൻ്റെ എസൻസ് കലർന്ന പായസം കുടിച്ചപ്പോൾ അവ ഔട്ടായിപ്പോയി. സന്തോഷമില്ല. ഒന്നാമത്തെ കാര്യം. 2, ഇസഹാക്ക് കണ്ണുമങ്ങി. നേരെ വല്യപ്പച്ചനൊരാഗ്രഹം, എവിടെങ്കിലും നിന്ന് ഇച്ചിരി മട്ടൺ സ്റ്റൂ കഴിക്കണമെന്ന്. സ്വോത്രം. ഉടനെ ഏശാവിനെ വിളിച്ചു പറഞ്ഞു, പൊന്നുമോനെ, നീ എൻ്റെ മൂത്ത സന്തതിയാ, വനാന്തരത്തിനകത്ത് പോയി AK-47 നല്ല വേട്ടയിറച്ചി കൊണ്ടുവരണം. അപ്പോഴേ അവന് പിടികിട്ടിയ പപ്പായുടെ അനുഗ്രഹം എനിക്ക് കിട്ടാൻ പോവോ? അമ്മയോട് ചോദിക്കാതെ അവൻ അപ്പോഴേ ബുള്ളറ്റിനകത്ത് ചാടിക്കേറിപ്പോയി. ഉടനെ അമ്മച്ചി പറഞ്ഞു, യാക്കോബേ, അനുഗ്രഹം കൊണ്ടുപോയി. എന്തോ ഒരു സൊല്യൂഷൻ. അമ്മച്ചി പറഞ്ഞു, ഞാൻ ശരിയാക്കി തരാം. വീട്ടിനകത്ത് നല്ല പശുക്കളുണ്ടായിരുന്നു. അതിലൊന്നിനെ യാക്കോബ് കട്ട് ചെയ്തു. പെട്ടെന്ന് അമ്മച്ചി ഒരു മട്ടൻ കറി ഉണ്ടാക്കി കൊടുത്ത്. അപ്പോൾ യാക്കോബിൻ്റെ ഒരു സംശയം, അപ്പം ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ ശരീരം തപ്പി നോക്കും, അതുകൊണ്ട് എന്തോ വേണം? അമ്മച്ചി പറഞ്ഞു, ആ യേശാവിൻ്റെ രോമക്കുപ്പായ നീ എടുത്തിടാൻ. വീണ്ടും അമ്മച്ചിയോട് പറഞ്ഞു, എൻ്റെ ശബ്ദം അപ്പന് തിരിച്ചറിയാം. ഉടനെ അമ്മച്ചി പറഞ്ഞു, മോണോ ആക്ട് അഭിനയിച്ചാൽ മതിയെന്ന്. സന്തോഷമില്ലല്ലോ. പെട്ടെന്ന് നല്ല കറി ശരിയാക്കി. അമ്മച്ചി പറഞ്ഞത് കേട്ട് യാക്കോബ് എന്തോ ഇതെന്നറിയാമോ? അപ്പനാ ഇസഹാക്കിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, പപ്പായെ കറി റെഡിയായി. അപ്പം അപ്പൻ ഇത്രയും സന്തോഷം, ഇത്രയും പെട്ടെന്ന് എവിടുന്ന് കിട്ടി മോനെ? അപ്പം പറഞ്ഞു, കർത്താവ് തന്നപ്പച്ചാന്ന്. എത്ര കള്ള പറഞ്ഞു നോക്ക്, പരമകള്ളൻ. ചോത്രം. ഉടനെ ഈ ശബ്ദത്തിനൊരു മാറ്റം. കൈ ഒന്ന് തടവി, നീ എൻ്റെ ആദ്യജാതനായ ഏശാവോ? അതേ പപ്പ എന്ന് പറഞ്ഞു. പപ്പ ഈ നല്ല മട്ടൻ കറി തിന്നിട്ട് യവനെ അനുഗ്രഹിച്ചു. സന്തോഷമില്ലല്ലോ. 2 കാര്യം അപ്പം കൊണ്ടുപോയി. 1, ചേട്ടനെ പറ്റിച്ചു. 2, അപ്പനെ പറ്റിച്ചു. ഇനി ഇവിടെ നിന്നാൽ വനാന്തരത്തിൽ പോയ
ചേട്ടൻ്റെ റൈബിൾ ഉറപ്പാ. അമ്മച്ചി പറഞ്ഞു മോനെ സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. പോകേണ്ട സ്ഥലം എവിടാന്നറിയാമോ? അരാമ്യനായ ലാബാന്റെ വീട്ടിലേക്ക് അമ്മച്ചി ഒരു തുരുത്തി വെള്ളം കൊടുത്തു. അതിനുശേഷം അടുത്തത് എന്തോ കൊടുത്തെന്നറിയാം, ഒരു വടി കൊടുത്തു. ഇന്ന് വരെ ചെമ്പൂര് വിട്ടിട്ട് പോകാത്തവൻ കാട്ടാക്കട വഴി മലയും കീഴ് വഴി യാത്ര ചെയ്തു. വഴി എവിടെയോ നഷ്ടപ്പെട്ടു, വെള്ളം എവിടെയോ നഷ്ടപ്പെട്ടു. സഹായിക്കാൻ ആരുമില്ല, മൊബൈലും ഇല്ല, വാട്സാപ്പിൻ്റെ റേഞ്ചും ഇല്ല. വീട്ടിനകത്ത് ഡെവലപ്പ് മെസ്സക്കകത്ത് കിടന്ന് പടപട വാട്സാപ്പ് അടിച്ച് ചിക്കൻ കഴിക്കുന്ന ചെറുപ്പക്കാർ വഴിയെ പോയപ്പോൾ ഒരു വനത്തിൻ്റെ സൈഡിൽ ലൂസ് എന്ന് പറയുന്ന ഒരു പട്ടണം കണ്ടു. അവിടെ കല്ല കിടക്കുന്നത്. സ്വോത്രം. രാത്രി ഭയങ്കര ക്ഷീണവും തുടങ്ങി. വൈകിട്ട് സൂര്യൻ അങ്ങ് അസ്തമിച്ചു. വന്യമൃഗങ്ങൾ ഓലിയിടുന്ന ശബ്ദം കേട്ടപ്പോൾ അന്ന് രാത്രി അവൻ കല്ല് തലയണയായിട്ട് എടുത്തു വെച്ചു. അവൻ്റെ മുൻപിൽ 2 വഴികൾ നിൽക്കുക. ഒന്ന് വീട്ടിലേക്ക് ചെന്നാൽ ഏശാവ് വാളുമായിട്ട് നിൽക്കുക. ലാബാന്റെ വീട് അവൻ അറിയത്തില്ല. പക്ഷേ ഇന്ന് വരെ കരയാത്ത, ഉപവസിക്കാത്ത, ദൈവസന്നിധിയിൽ മുട്ടുമടക്കാത്തവൻ അന്ന് രാത്രി കല്ല് തലയണയായി പിടിച്ചുകൊണ്ട് അവൻ കരയുവാൻ തുടങ്ങി. അപ്പൊ സ്വർഗത്തിന് പിടികിട്ടിയവൻ ഒരു മടങ്ങി വരവ് കൊടുക്കണമെന്ന്. ഇന്ന് രാത്രി വഴികളും വാതിലുകളും അടയും. വനത്തിന്റെ അകത്ത് നീ കിടക്ക്. എന്നാൽ നിന്റെ പാരമ്പര്യത്തിന്റെ ഹിസ്റ്ററി നോക്കുന്നവനല്ല സ്വർഗത്തിലെ ദൈവം. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, എന്ന് രാത്രി എൻ്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് പായ്ക്കകത്ത് കണ്ണുനീരിറങ്ങി വരുമോ അന്ന് രാത്രി അപ്പൻ്റെ വീടല്ല സ്വർഗത്തിൻ്റെ കോവണി എനിക്ക് വേണ്ടി ഇറങ്ങി വരും. ഇന്ന് രാത്രി ദൂത് മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി ആകാശം മാറും, ഭൂമി മാറും. ഇന്ന് രാത്രി പിണർവിളയിൽ നിന്നെ വിളിച്ച ദൈവത്തിൻ്റെ കരം നിന്നെ വിട്ടുപോകത്തില്ല. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഫിലിപ്പിയ ലേഖനത്തോട് ഇന്ന് രാത്രി ചേർന്ന് പറ, പിൻപിലുള്ളത് മറന്ന് മുമ്പിൽ എനിക്കൊരു വിളിയുണ്ടെന്ന് അറിഞ്ഞ് പഴയതിനെ മറന്ന് ലാക്കിലേക്ക് നീ ഓടുവാൻ യാത്ര ചെയ്താൽ ഇന്ന് രാത്രി യാക്കോബിന് വേണ്ടി ലൂസിനകത്തൊരു കരം ഇറങ്ങിയതുപോലെ 2022 ഫെബ്രുവരി മാസം മുതൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ഈ സെപ്റ്റംബർ എനിക്ക് വേണ്ടി ഒരു കോവണി എൻ്റെ ദൈവം ഇറക്കി തരും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? നീ അസ്തമിച്ചെന്ന് ചേട്ടൻ വിചാരിച്ചു കാണും. അമ്മച്ചയ്ക്ക് നിനക്ക് പറ്റി ഒരു പ്ലാൻ കാണത്തില്ല. നാട്ടുകാർ വിചാരിച്ചു കാണും ഇനി അവൻ ഈ ഭവനത്തിലേക്കില്ല. എന്നാൽ ഇന്ന് രാത്രി പറയണം, ദൈവത്തിന് നിനക്കൊരു വാഗ്ദത്തമുണ്ടെങ്കിൽ, കറണ്ട് ഇല്ലെങ്കിലും വെട്ടമില്ലെങ്കിലും സൂര്യൻ്റെ പ്രകാശമില്ലെങ്കിലും അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ്റെ കോവണി നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന രാത്രിയാ. ഇന്ന് രാത്രി പർവ്വതങ്ങൾ നിന്റെ മുൻപിൽ മാറും, കുന്നുകൾ നിന്റെ മുൻപിൽ നീങ്ങിപ്പോകും. എന്നാൽ ഇന്ന് രാത്രി ചെമ്പൂരിൽ ദൈവകൃപയാൽ ഇറങ്ങി തിരിച്ച ദൈവമക്കൾ പറയണം, അവൻ്റെ ദയ എന്നെ വിട്ടു പോകുകയില്ല. വചനം മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഒരു ശത്രു നിനക്കെതിരെ എഴുന്നേറ്റാലും, ഒരു സൈന്യം നിനക്കെതിരെ പാളയം ഇറങ്ങിയാലും, നിന്റെ ദേശത്ത് നിന്ന് പറപ്പിക്കുമെന്ന് പറഞ്ഞാലും, നിന്റെ കുടുംബത്തിനകത്ത് അന്ധകാരം വരുമെന്ന് പറഞ്ഞാലും, ഇന്ന് രാത്രി പറയണം, എൻ്റെ കണ്ണുനീരിൻ്റെ നടുവിൽ എനിക്ക് വേണ്ടി ഒരു കോവണി ഇറക്കി തരുവാ. രാത്രിയുടെ യാമത്തിൽ ലൂസിനകത്ത് യാക്കോബിന് വേണ്ടി ഒരു ലാടൻ ഇറങ്ങിയെങ്കിൽ എനിക്ക് വേണ്ടി ഒരു കോവണി ഇറക്കുവാ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ ദർശനം കേൾക്കുമ്പോഴാ മുഖകാന്തി നല്ലത്, ഹല്ലേലൂയയ്ക്ക് ഒരു മാറ്റം. ഉടനെ അവന് വഴി പിടികിട്ടി. നേരെ അവിടെ പോയി അരാമ്യനായ ലാബാൻ്റെ വീട്ടിൽ പോയി. ലാബാൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ലാബാൻ അവൻ ചെന്നൊരു പ്രൈസ് തലോട് പറഞ്ഞപ്പോഴേ പിടികിട്ടി അവൻ 21 ഡേയ്സ് ഫാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നതാണ്. സന്തോഷമില്ലല്ലോ? എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ പോവാ. ലാബാൻ എന്തോ ചെയ്തു? ആടുമാടുകൾ അമ്പാക്കി എല്ലാം യവനെ ഏൽപ്പിച്ചു. എന്നിട്ട് ആദ്യത്തെ ഡിമാൻഡ് വെച്ച് അവിടെ നല്ല സുന്ദരിയായ ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു. അവളുടെ പേര് റാഹേൽ. ഇവ ആട് മേയ്ക്കാൻ പോകുമ്പോൾ ഈ ഫോട്ടോ വാട്സപ്പിനകത്ത് ഇമേജ് കൊടുത്തിട്ട് പറഞ്ഞു, 7 വർഷം നീ എൻ്റെ ആട്ടിനെയും മേഴിച്ച് മരച്ചീനിയും വെച്ച് റബ്ബറും ടാപ്പ് ചെയ്താൽ സുന്ദരിയായ പെങ്കൊച്ചിനെ കിട്ടുമെന്ന്. ഇത് നോക്കി ആര് നിന്നത്? യാക്കോബ് നിന്ന്. കൊടുത്താൽ കൊല്ലത്തും കിട്ടും. സ്വോത്രം. 7 വർഷം കഴിഞ്ഞു. യഹൂദൻ്റെ വിവാഹം 7-ാം വർഷം കഴിഞ്ഞപ്പോൾ രാത്രി നല്ല കല്യാണം. പക്ഷേ മണവാട്ടിയുടെ തലേ പർദ്ദയിട്ട് അവർ മൂടും. അത് അവരാചാരം. കല്യാണമെല്ലാം കഴിഞ്ഞ് രാവിലെ പാവപ്പെട്ട യാക്കോബ് നോക്കിയപ്പോൾ, രാത്രിയിലാണ് അവരുടെ കല്യാണം, രാവിലെ യഹൂദൻ്റെ വിവാഹം ഫീസ്റ്റ് അടക്കം രാത്രി. രാവിലെ യാക്കോബ് നോക്കിയപ്പോൾ പിടികിട്ടി. ആരാന്നറിയാമോ? തിരുവനന്തപുരത്ത് കേശവദാസപുരത്ത് നിന്ന് ചൈതന്യം എന്ന് ലേസർ അടിക്കുന്ന കണ്ണ് മങ്ങിയ കൊച്ചിനെയാണ് കിട്ടിയത്. സന്തോഷമില്ലല്ലോ? കണ്ണ് മങ്ങിയ അപ്പനെ പറ്റിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം ആരെ കൊടുത്ത്? കണ്ണ് മങ്ങിയ കൊടുത്ത്. അപ്പം അപ്പനുമായിട്ടൊരു കശപിശി ഉണ്ടായി. ഉടനെ അപ്പൻ പറഞ്ഞു, 7 വർഷം എല്ലാം ആയോള്, ഇപ്പം തൽക്കാലം ഉണ്ടല്ലോ ലേയ, റാഗയിൽ ഞാൻ ആരെയും കെട്ടിച്ചു കൊടുക്കല, മക്കൾ വീണ്ടും നോക്കിക്കോളാൻ പറഞ്ഞു. ഇങ്ങനെ അവനെ ആറാട്ടുകൂടിയിലും തേക്ക് പാറയും വെള്ളറുടെ എല്ലാം ആട് മേയ്ക്കാൻ വിട്ട് 14-ാമത്തെ വർഷമായപ്പോൾ അടുത്ത ആളെയും കിട്ടി.
റാഹേലിനെ കിട്ടി. അതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ 2 ദാസിമാരുണ്ടായിരുന്നു. 4 പെൺകൊച്ചുങ്ങളെ കിട്ടി. ബിൽഹാ, സിൽപ്പ. ഇവൻ അന്ന് ഈ ലാബാൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ലാബാൻ്റെ ആമ്പിള്ളേർ ചെമ്പൂർ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സ്വോത്രം. ഇപ്പോൾ അവന്മാർ 20 വർഷം കഴിഞ്ഞപ്പോൾ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ഡിഗ്രി എല്ലാം പഠിച്ചു കഴിഞ്ഞ് അപ്പോഴേ അവന്മാരെന്തോ ഇതെന്നറിയാമോ, വെള്ളറട ചെന്ന് ബാങ്ക് അക്കൗണ്ട് നോക്കിയപ്പോൾ ലാഭാനൊന്നുമില്ല. ഫിക്സഡ് ഡിപ്പോസിറ്റ് മൊത്തം ആരെയില്ല? യാക്കോബിൻ്റെ ഇല്ല. സ്വോത്രം. ഒറ്റശേഖരമംഗലത്ത് വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോൾ കരമടച്ച രസീത് മൊത്തവും ആരെയില്ല? യാക്കോബിൻ്റെ ഇല്ല. പറ്റിപ്പിൻ്റെ ഉസ്താദ്. സ്വോത്രം. ആ സമയത്ത് നമ്മുടെ ചെങ്കൽച്ചൂളേറെ ചെറുപ്പക്കാരെടുക്കുന്ന പോലെ യാക്കോബ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോൾ ചെറുപ്പക്കാർ പിച്ചാത്തി കാണിച്ച് അളിയന്മാർ അപ്പോഴേ യാക്കോബിന് പിടികിട്ടി രംഗം പന്തിയല്ലെന്ന്. സ്വോത്രം. ഉടനെ അമ്മായിയപ്പനായിരുന്ന അങ്കിളായിരുന്ന ലാബാൻ പണ്ട് ഹല്ലേലൂയ പറഞ്ഞ പുള്ളിക്കാരൻ്റെ മുഖം ഇപ്പം കടന്തൽ കുത്തിയോലിരിക്കുന്നു. സ്വോത്രം. ഇനി രക്ഷയില്ല, കൊട്ടേഷൻ ടീം വരുമെന്നറിഞ്ഞു. ഉടനെ യാക്കോബ് എന്തോ ഇത് ഒരു ദിവസം ലാബാൻ ആ ആടുകളുടെ രോമം കത്തിരിക്കാൻ പോയപ്പോൾ എവിടേക്ക് യാത്രയായി? 4 പെൺകൊച്ചുങ്ങളെയും വിളിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോകും, അപ്പൻ്റെ വീട്ടിലേക്ക്. അപ്പോഴാണ് പണ്ടത്തെ ഉപവാസവും പ്രാർത്ഥനയെല്ലാം വന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് യാത്ര. 4 എണ്ണവും കൂടെ എവിടെ വന്നെന്നറിയാമോ? യാബോക്കിൻ്റെ കടവി വന്നു. പെമ്പിള്ളാരെ കയറ്റിവിടാൻ എളുപ്പമാണ്. അപ്പോൾ ആരാണ്ട് പറഞ്ഞു ഏശാവ് വരുന്നെന്ന് പറഞ്ഞു. സ്വോത്രം. അതിലും ബുദ്ധിമാനാ ലാബാൻ. അന്നേരം എന്തോ ഇത് ലേയെ മുൻപിൽ നിർത്തി ഏശാവ് വരുന്ന എവിടെ തട്ടിക്കോട്ട് റാഹേലിനെ ഞാൻ പിടിച്ചോളാന്ന്. ഭയങ്കര കള്ളൻ അത് വായിച്ചു കഴിഞ്ഞാൽ. സ്വോത്രം. ആ സമയത്ത് എന്തായാലും സ്വർഗം ഏശാവിന് ദർശനം കൊടുത്തു. അവൻ പ്രാർത്ഥിച്ച് വരുന്നത് തൊട്ടുപോകരുതെന്ന് പറഞ്ഞു. അതിനുശേഷമുള്ള കാര്യം, യവൻ യാബോക്കിൻ്റെ കടവ് എന്നപ്പോൾ പെമ്പിള്ളാരെ കയറ്റിവിടാം. പക്ഷേ യവൻ അക്കരെ കടക്കാൻ വയ്യ. അന്നത്തെ കാലത്ത് റോഡൊക്കെ വിജനമാണ്. സായം സന്ധ്യയിൽ ഒരു ദൂതൻ അതിലെ പോസ് ചെയ്യുന്നുണ്ട്. യാക്കോബ് അവനെ കയറി പിടിച്ചു. ഒരു ഭയങ്കര മൽപ്പിടുത്തം അവിടെ നടത്തി. ഉൽപ്പത്തി 32:27 വീട്ടിൽ ചെന്ന് വായിക്കണം. അവൻ ആ സ്വർഗത്തോട് മറുതലിച്ചു. ദൂതനോട് പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചല്ലാതെ നിന്നെ ഞാൻ വിടത്തില്ല. സ്വർഗത്തോട് മനുഷ്യനോട് മല്ല് പിടിച്ചപ്പോൾ സ്വർഗം പറഞ്ഞു, ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല, നിന്റെ പേര് ഇസ്രായേൽ. സ്വോത്രം. അങ്ങനെ ഈ രാജ്യത്തിൻ്റെ പേര് വന്ന്. അല്ലാതെ ഞാൻ ചെമ്പൂരിൽ നിന്ന് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം അറിയാൻ പറ്റുമോ? അപ്പനിട്ട പേര് യാക്കോബ്, സ്വർഗമിട്ട പേര് ഇസ്രായേൽ. ഇവർ നേരെ ഇഞ്ഞു വന്നു. ഇപ്പം എത്രയായി? ഈ ലേയ, റാഹേൽ, ബിൽഹാ, സിൽപ്പ എല്ലാവരും കൂടെ ചേർന്ന് 12 കുഞ്ഞുങ്ങളായി. അവിടെ ഒരുത്തനുണ്ടായിരുന്നു, അവൻ്റെ പേരായിരുന്നു യോസഫ്. ഇവൻ ഭയങ്കര സ്നേഹിതനായിരുന്നു. അപ്പനോട് എന്ന് ചേട്ടന്മാരുടെ നുണ പറഞ്ഞു കൊടുക്കുന്നത് ഏറ്റവും മന്നനായിരുന്നു യോസഫ്. സന്തോഷമില്ലല്ലോ ഈ നുണ പറയുന്നവർക്കൊക്കെ നിലയെങ്കി കുപ്പായം കിട്ടുന്നത്. സ്വോത്രം. അത് പെന്തിക്കോസുകാർക്ക് പ്രത്യേകിച്ചുണ്ട്. പാസ്റ്റർമാർ സെൻട്രൽ പാസ്റ്റർ ചെവി കടിക്കും, മറ്റൊരു പാസ്റ്റർ കുറ്റം പറയുന്നത്. അതുപോലായിരുന്നു യോസഫ് ചെന്ന് അപ്പനോട് നിലയെങ്കി വടിച്ചു മാറ്റിയത്. അപ്പോഴേ ചേട്ടന്മാർ പറഞ്ഞു, അവനെ ഒതുക്കിയേ പറ്റൂല, സ്വത്തും അവൻ കൊണ്ടുപോകുന്നു. സ്വോത്രം. അന്നേ പദ്ധതി വെച്ച് രണ്ടാമതൊരു ദർശനവും കൂടെ ആര് കണ്ടു? യോസഫ് കണ്ടു. സ്വോത്രം. ശേഖേമിൽ ആട് മേയ്ക്കാൻ പോയപ്പോൾ അന്ന് കോവിഡൊക്കെ വന്ന് ക്വാറന്റൈനിലായി. ചെറുപ്പക്കാരൻ വേറൊന്നുമില്ല. പപ്പ പറഞ്ഞ്, നീ നമ്മുടെ ഹെർക്കുലി സൈക്കിളുമായിട്ട് ചേട്ടന്മാരെ അന്വേഷിച്ച് പോയി. ശേഖേമിൽ ആട് മേയ്ക്കാൻ പോയി. ചേട്ടന്മാരെ അന്വേഷിച്ച് ആര് പോയി? യോസഫ് പോയി. ദൂരത്തെ സൈക്കിളിൻ്റെ മണി കണ്ടപ്പോൾ ചേട്ടന്മാർ പറഞ്ഞടാ, യവൻ വരുന്നുണ്ട്, ഇന്ന് അവനെ ഒതുക്കിയേക്കണം. സ്വോത്രം. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ശരിയാക്കണം. യവൻ വിവരം അന്വേഷിക്കാൻ വന്ന ചെറുപ്പക്കാരനെ പിടിച്ചു. 1 പൊട്ടക്കിണറ്റിനിട്ടു. 2 ദൈവകരം അവനെ പുറത്ത് കൊണ്ടുവന്നു. ഇസ്മായേലിയ കച്ചവടക്കാരുടെ ചന്തയ്ക്കകത്ത് അവനെ മാറി മാറി കയറ്റി. 3 പൊത്തിപ്പേറിൻ്റെ ഭവനത്തിനകത്ത് അവൻ അപമാനിതനായി തീർന്നു. 4 ഫറവോൻ്റെ കൊട്ടാരത്തിനകത്ത് എത്തുന്നതിന് മുമ്പ് അവൻ വീണു കാരാഗ്രഹത്തിനകത്ത്. എല്ലാവരും മറന്നുപോയി. പപ്പായുടെ അടുത്ത് ഇവർ പറഞ്ഞു, അമ്മവും മരിച്ചുപോയി. ചേട്ടന്മാർ പറഞ്ഞു, അവൻ്റെ വീതവും കൂടെ ഞങ്ങൾക്ക് തന്നേക്ക്. ഓർക്കണ്ടവർ നിന്നെ ഓർക്കത്തില്ല, വീട്ടുകാർ നിന്നെ മറക്കും, പപ്പായും നിന്നെ മറക്കും, നാട്ടുകാരും മറക്കും. എന്നാൽ ദർശനം കിട്ടിയവൻ എവിടെ കിടക്കുക? കാരാഗ്രഹത്തിനകത്ത് കിടന്നാലും സർവശക്തൻ്റെ കരം അവന് വേണ്ടി ഇറങ്ങി വരും. ഇന്ന് രാത്രി ദൂത് മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സാധാരണ ജയിലിനകത്ത് കള്ളുകുടിയന്മാരും പിടിച്ചുപറിക്കാരും കുറ്റവാളികളും അവരുത്. പക്ഷേ വാഗ്ദത്തമുള്ളവൻ ജയിലിനകത്ത് കിടന്നപ്പോൾ അന്തഃപുരത്തിലെ ആൾക്കാർ അതിനകത്ത് വന്നു. ഇന്ന് രാത്രി ദൂത് മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. നിന്നെ പുറപ്പെടുവിക്കണമെങ്കിൽ കൊട്ടാരത്തിൻ്റെ അകത്ത് നിന്ന് രാജാവിൻ്റെ കൂടെ പാനപാത്രത്തിൽ ഭോജനം നടത്തുന്നവന് കാരാഗ്രഹത്തിനകത്തയക്കുവാ ഞാൻ ആരാധിക്കുന്ന ദൈവം ശക്തനാ. സ്വോത്രം. ആ സമയത്ത് മിസ്രയീമിൻ്റെ ക്ഷാമത്തെക്കുറിച്ച് പ്രവചിക്കുമ്പോൾ പട്ടിണി കഞ്ഞിയും കുടിച്ച് കാരാഗ്രഹത്തിനകത്ത് കിടന്ന് നാട്ടുകാരെല്ലാം നോക്കുമ്പോൾ വയറൊട്ടി ഒരു ചെറുപ്പക്കാരൻ കിടക്കുമ്പോൾ കർത്താവ് വിചാരിച്ചു, 4 കഷ്ടങ്ങളിൽ കൂടി അവൻ കടന്നതല്ലേ? 1 പൊട്ടക്കിണറ്റിനകത്ത് കിടന്നതല്ലേ? 2 ചന്തയ്ക്കകത്ത് ഉടുപ്പ് മാറി മാറി അവനെ തൂക്കി വിറ്റതല്ലേ? 3 പൊത്തിപ്പേറിൻ്റെ അമ്മാമയവനെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞതല്ലേ? 4 കാരാഗ്രഹത്തിനകത്ത് പട്ടിണി കുഞ്ഞ് കുടിച്ച് കിടന്നവനല്ലേ? ഇനി അവൻ പട്ടിണി കഞ്ഞ് കുടിക്കണ്ട, യവനെ ഒരു സിംഹാസനത്തിനകത്തിരുത്തണം. ഇന്ന് രാത്രി വചനം മനസ്സിലാക്കി
മനസ്സിലാകുന്നവർക്കായി സഹോദരിമാരെ സഹോദരന്മാരെ ഈ കറുത്ത പുസ്തകമെടുത്ത് ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി ഇറങ്ങിയെങ്കിൽ ആദിയെങ്കിൽ കയ്പെങ്കിലും അന്ത്യത്തതിൽ മധുരമാക്കുന്ന ദൈവം ഇന്ന് രാത്രി ആത്മാവിലൊരു ദൂത് പറയാം. നീ ഏറ്റവും നല്ല കഷ്ടത്തെ കൂടി കടന്നു പോകുമ്പോൾ നീ പറയണം, സ്വർഗത്തിലെ ദൈവം എനിക്കൊരു പുതുവഴി ഒരുക്കിയിട്ടുണ്ട്. ദൂത് മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. യോസഫ് പട്ടിണി കഞ്ഞി കുടിച്ച് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം കൊട്ടാരത്തിനകത്ത് അവനൊരു ചെയർ ഉണ്ടാക്കി, അവന് വേണ്ടി സ്വർണ്ണ സരിപ്പള ഉണ്ടാക്കി, അവന് വേണ്ടി ഒരു കിരീടമുണ്ടാക്കി. ഇന്ന് രാത്രി പറയണം, ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. ഗോശാലകളിൽ പശു കാണത്തില്ല, മുന്തിരിത്തോട്ടം വിളയത്തില്ല, അത്തിവൃക്ഷത്തിനകത്ത് ഫലം കാണത്തില്ല. എന്നാൽ ഹബക്കൂക്ക് പറയുന്നത് പോലെ ഞാൻ എൻ്റെ യഹോവയിൽ ആനന്ദിക്കും. ഇന്ന് രാത്രി ദൂത് മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി വിശ്വാസത്തോടെ വചനം ഏറ്റെടുത്ത എല്ലാ കാലത്തും നീ ഇരുട്ടിനകത്ത് കിടക്കേണ്ട കാര്യമല്ല. നിന്നെ വിളിച്ച ദൈവം വിശ്വസന. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു വരുത്തിയവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പോ എന്നെ ഇന്ന് രാത്രി അവൻ്റെ കരങ്ങളിൽ ഒന്ന് എടുക്കണമെന്ന് ഈ ഗ്രൗണ്ടിനകത്ത് ആര് പറയുമെങ്കിലും ഇന്ന് രാത്രി അവൻ്റെ ബലമേറിയ കരം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഇന്ന് രാത്രി പരാജയപ്പെട്ടു പോകരുത്. ക്രിസ്തീയ ജീവിതത്തിനകത്തിറങ്ങി അല്പം കഷ്ടവും പ്രയാസവും കടഭാരവും മരണം കണ്ടാലും നീ പരാജയപ്പെട്ടു പോകരുത്. സഹിഷ്ണുതയോടെ ഇരുന്നാൽ എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? യോസഫ് പ്രതികൂലത്തിന്റെ നടുവിൽ ചേട്ടന്മാർക്കെതിരെ പദ്ധതി വെച്ചില്ല. അവന്റെ ബലമുള്ള കൈക്കീഴിൽ താഴ്മയോടെ ഇരുന്നു. ഇന്ന് രാത്രി ദൂത് മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. നീ താഴ്മയോടെ ഇരുന്നാൽ തക്ക സമയത്ത് സ്വർഗം നിന്നെ ഉയർത്ത്. സഹോദരി, അവൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല. ബ്രദർ, അവൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല. ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയണം, ഹൃദയം തുറങ്ങി തകർന്ന വിഷയത്തിന് മറുപടി തരുവാൻ സ്വർഗത്തിലൊക്കെ ദൈവത്തിന് കഴിയും. യോസഫ് എന്തോ ചെയ്തു? മിസ്രൈമിൽ ഉപപ്രധാനമന്ത്രിയായി. ആ സമയത്ത് ഇസ്രായേലിൽ വൻ ക്ഷാമം, ചേട്ടന്മാർ ആഹാരത്തിന് വന്നു. അപ്പോൾ യോസഫിന് കാര്യം പിടികിട്ടി. യോസഫ് ഇഷ്ടംപോലെ ആഹാരമൊക്കെ കൊടുത്തു. എന്നിട്ട് ചേട്ടന്മാരോട് പറഞ്ഞു, ഇനി അവിടെ നിൽക്കണ്ട, നമ്മൾ ടൗണിൽ വീട് വെച്ച് തിരുവനന്തപുരത്ത് പോകുന്ന പോലെ 72 പേരുണ്ട്, ചേട്ടന്മാരും ചേട്ടത്തിമാരും കൊച്ചുങ്ങളും എല്ലാം കൂടെ 72 പേർക്ക് വിസ കൊടുത്തു. പുള്ളിക്കാരൻ ആരായപ്പം? മിസ്രൈമിൻ്റെ ഉപപ്രധാനമന്ത്രി, സെക്കൻഡ് പ്രൈം മിനിസ്റ്റർ കഴിഞ്ഞ അടുത്ത പുള്ളിയാണ്. ഇവർ വന്ന് നല്ല പാലസുമൊക്കെ ആയി. 72 പേരായിട്ട് മിസ്രൈമിൽ വന്ന കൂട്ടമാ ആ സമയത്ത് പെരുകുവാൻ തുടങ്ങി. അപ്പോൾ ഇസ്രായേൽ മക്കൾ നല്ല ഉശിരുള്ളവരാണ്. ഫറവോൻ നോക്കി, 4 മിസ്രൈമക്കാരനെ കിട്ടിയാൽ ഒറ്റ തൊടി കൊടുത്താൽ തീരും. ഉടനെ ഫറവോൻ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു, ഇനി രക്ഷയൊന്നുമില്ല, യവന്മാരെ കൊല്ലാതെ രക്ഷയില്ല. ജനം അങ്ങ് പെരുകി, 30 ലക്ഷത്തിൽ പരം ജനമായി. അപ്പോൾ അടുത്ത ഭാഗം നിങ്ങൾ കേൾക്കണം. അന്നാണ് ഫറവോൻ കൽപ്പന പുറപ്പെടുവിച്ചത്, എബ്രായ കുടിലുള്ള 3 മാസം പ്രായമുള്ള ആൺകുഞ്ഞുങ്ങളെ നൈൽ നദിക്കകത്ത് ഇട്ടേക്കാനായിട്ട്. അന്നായി ഫറവോൻ്റെ കൽപ്പന. ആ കൽപ്പന വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരുവനെ കണ്ട്, മോശാ മിണ്ടുന്നില്ലല്ലോ. അവനോട് സ്വർഗം പറഞ്ഞു, എൻ്റെ ജനമായി ഇസ്രയേലിനെ പുറപ്പെടുവിക്കുവാൻ അബ്രഹാമിനോട് പറഞ്ഞൊരു വാഗ്ദത്തം, 4ാം തലമുറയിൽ ഒരു വിമോചകൻ ജനിക്കും, അവനാൽ ഇസ്രയേൽ ജനം വാഗ്ദത്ത ദേശത്ത് കടന്നു വരും. ഇന്നലെ രാത്രി ഫറവോൻ്റെ കട്ടക്കളത്തിൽ ഊഴിയ വിചാരകന്മാരുടെ ചാട്ടവാറേറ്റ് അവരുടെ നിലവിളി ഞാൻ കണ്ടു, അവരുടെ കണ്ണുനീര് ഞാൻ കണ്ടു. അവൻ്റെ ബലമുള്ള കരം അവരെ വിടുവിച്ചു. ആഴമേറിയ ചെങ്കടലിലേക്ക് വരുന്നു. ഒരു കോൽ നീട്ടിക്കൊണ്ട് ചെങ്കടലിനോട് കൽപ്പിക്കുമ്പോൾ അവർ മറുകര കിടക്കുന്നു. അതിനുശേഷം മോശ അങ്ങ് പോയി. മോശയ്ക്ക് ശേഷം സ്വർഗം ഒരുവനെ തെരഞ്ഞെടുത്ത് അവൻ്റെ പേര് യോശുവ. മോശയോട് കൂടെ ഇരുന്നത് പോലെ എല്ലാ നാളിലും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. യോശുവയും കാലേബും ചേർന്നവിടെ അബ്രഹാം കാൽ ചവിട്ടിയ വാഗ്ദത്ത കനാനിലേക്ക് എത്തി, മുന്തിരിക്കൊല വെട്ടി. അവിടെ അവർ എന്തായി? ഒരു ജനമായി മാറി. ഒന്നേ യാക്കോബ് എന്ന വല്യപ്പൻ്റെ പേരായി ഇസ്രയേൽ. യോശുവയുടെ നേതൃത്വത്തിൽ കനാനിൽ വന്നപ്പോൾ അവരൊരു ജാതിയായി. ആ കാലത്ത് ഇസ്രയേൽ ജനം പറഞ്ഞു, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. സ്വർഗം പറഞ്ഞു, രാജാവിനെ തരാം. ഒന്നാമത്തെ ഇസ്രായേലിൻ്റെ രാജാവ് കഴുതെ അന്വേഷിച്ചു പോയ ഒരുവനെ രാജാവാക്കി. ശൗൽ 40 വർഷം അവൻ ഇസ്രായേലിനെ ഭരിച്ചു. ദൈവത്തിൻ്റെ പ്ലാൻ വിട്ട് പദ്ധതി വിട്ട് പോയപ്പോൾ സ്വർഗത്തിലെ ദൈവം അവനെ തട്ടി. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ സൂചിപ്പിച്ചതുപോലെ കാട്ടിനകത്ത് കരമടിച്ചു കൊണ്ടിരുന്ന ദാവീദിനെ ഇസ്രായേലിൻ്റെ 2ാമത്തെ രാജാവാക്കി. 40-ൽ പരം വർഷം ദാവീദും ഇസ്രായേലിനെ ഭരിച്ചു. അതിനുശേഷം ദാവീദിൻ്റെ സന്തതി സോളമൻ അല്ലെങ്കിൽ ശലോമോൻ ചെറുപ്രായത്തിൽ 40-ൽ പരം വർഷം ഇസ്രായേലിനെ ഭരിച്ചു. 3ാമത്തെ രാജാവ്. അവൻ്റെ കാലശേഷം ഒരുത്തൻ വന്ന് രഹാബയും. അവൻ ഭരിക്കുമ്പോൾ ഇസ്രയേൽ രാഷ്ട്രം 2ആയി മാറി. അതിലൊന്ന് ഇസ്രയേൽ, 2 യഹൂദിയ. ഇസ്രയേലിൻ്റെ തലസ്ഥാനം ശമരിയ, യഹൂദിയുടെ തലസ്ഥാനമാ ഇന്ന് സക്കറിയ പ്രവാചകനിൽ കൂടി വായിച്ച ജെറുസലേം. അല്ലാതെ ഞാൻ ജമ്പൂരി എന്നിട്ട് ജെറുസലേമിന് ഭാരമുള്ള കല്ലെന്ന് പറഞ്ഞ കാര്യമുണ്ടോ? അതുകൊണ്ടാണ് ഇത്രയും വഴി റൂട്ട് കൊണ്ടുവന്നത്. അങ്ങനെയെങ്കിൽ അന്ന്
അവിടുത്തെ 9 ഗോത്രങ്ങൾ ഇസ്രയേലിലും 3 ഗോത്രങ്ങൾ ജെറുസലേമിലുമായി വന്നു. 12 ഗോത്രങ്ങൾ ഇസ്രായേൽ ഗോത്രങ്ങൾ, ഇസ്രയേലിൽ 9 ഗോത്രങ്ങളും യഹൂദയിൽ. ആ ജെറുസലേം, അങ്ങനെയെങ്കിൽ അന്നത്തെ കാലത്ത് ജെറുസലേം ആരുടെ കയ്യിലായിരുന്നു? യഹൂദൻ്റെ കയ്യിലായിരുന്നു. ഇനിയുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാ കാൽവറിയിൽ യേശുവിൻ്റെ ക്രൂശീകരണത്തിൽ യഹൂദൻ നിലവിളിച്ചു, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറമേലും അന്ന് ഭവിക്കട്ടെ. പ്രഭാഷണത്തിൻ്റെ 1-ാം ഭാഗം ഞാൻ കടന്നുപോയി കഴിഞ്ഞു. ജെറുസലേമിനെ നിങ്ങൾ പരിചയപ്പെടുത്തി. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറമേലും വന്ന് ഭവിക്കട്ടെ. അതനുസരിച്ച് യഹൂദൻ ചിതറി. കൊച്ചി മട്ടാഞ്ചേരി മുതൽ ആഫ്രിക്കയിലെ നൈജീരിയ വരെ. ആദ്യ ദിവസം ഞാൻ പറഞ്ഞു, കേൾക്കാത്തവർക്ക് അതെല്ലാം ഓൺലൈനിൽ കിടപ്പുണ്ട്. 1-ാം ലോകമഹായുദ്ധത്തിൽ അത്തി കുഴിച്ചു വെച്ചു. 2-ാം ലോകമഹായുദ്ധം 5.5 കോടി പേർ മരിച്ചു. അതാണ് ഇസ്രയേലിൻ്റെ തിരിച്ചു വരവ്. അന്ന് നമ്മുടെ ഈ ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു ഇസ്രയേൽ കോളനി വാഴ്ച. 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഏറ്റവും നിർണായകമായി ഇന്ത്യ വിഭജിച്ചപ്പോൾ ഇന്ത്യയുടെ കൂടെ ചിലതിനെയും കൂടെ അങ്ങ് കൊടുത്തു, പാകിസ്ഥാനെയും കൊടുത്തു കളഞ്ഞു. അതുപോലെ ബ്രിട്ടൻകാർ അന്ന് ഇസ്രയേലിന് സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ പലസ്തീൻ പ്രവിശ്യം 3ആയിട്ട് അങ്ങ് തിരിച്ചു. 1 ഇസ്രയേൽ 20,770 കിലോമീറ്റർ, ബൈബിളും ചരിത്രവും. 2 ജോർദാനോട് ചേർന്ന് 6,750 കിലോമീറ്റർ കൊടുത്തു പലസ്തീന്. അതിൻ്റെ പേരാ റമല്ല. 1 ഗാസ, അത് കഴിഞ്ഞ് വെസ്റ്റ് ബാങ്ക്. ഇതിത്ര നിങ്ങളുടെ പത്രത്തിൽ വരുന്നത് പലസ്തീൻ പ്രശ്നം. ഇതിപ്പോഴെങ്ങും തീരത്തില്ല. ഈ അടിയിലേക്കാണ് ഞാൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈസ്റ്റ് ജെറുസലേം, അതിൻ്റെ മലയാളമാ കിഴക്കൻ ജെറുസലേം. 673 കിലോമീറ്റർ വേലി അങ്ങ് കെട്ടി. ഇതാർക്കുമില്ല. 1 ജോർദാൻ ഒരു അധികാരം, 2 ഇസ്രയേലിനൊരു അധികാരം, 3 യുണൈറ്റഡ് നേഷൻസിനൊരു അധികാരം. ഈ ജെറുസലേം വേലി കെട്ടിവെച്ചു. എന്താ ജെറുസലേമിൻ്റെ പ്രത്യേകത? 1 ജെറുസലേം എന്താന്ന് നിങ്ങളോട് പറഞ്ഞു. 2 67 ഇതിനെ പരിഭ്രമപാത്രമാക്കി. എന്താ പരിഭ്രമപാത്രം? ജെറുസലേമിൻ്റെ പ്രത്യേകത. ഇനി ശ്രദ്ധയോടെ ഇരിക്കണം. യോഗം കഴിഞ്ഞ് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. 15 കാര്യങ്ങളായി ജെറുസലേമിനെ പറ്റി ലോക ചരിത്രം. 1 21 രാഷ്ട്രങ്ങളുടെ നടുവിൽ കിടക്കുന്ന പട്ടണമാ ജെറുസലേം. അതാ അറബ് ലീഗിൻ്റെ മധ്യേ. 2 ലോകത്തിൻ്റെ മധ്യപകുതി. 3 യേശുക്രിസ്തു ജനിച്ച ബേത്ലഹേം ഇതിന് തൊട്ടടുത്ത്. 4 ഇസ്ലാമിൻ്റെ മക്ക മദീന കഴിഞ്ഞാൽ ആ 3ാമത്തെ പള്ളിയായ അൽ-അഖ്സ മോസ്ക് ഇവിടെ. 5 ദാവീദിൻ്റെ പട്ടണം എന്ന് ഇതിനെ വിളിക്കപ്പെടുന്നു. 6 യേശുവിൻ്റെ അമ്മ മറിയാമ്മച്ചിയുടെ കല്ലറ ഇവിടെ. 7 മുഹമ്മദ് നബി സ്വർഗാരോഹണം ചെയ്ത ഡോം ഓഫ് റോക്ക് എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്നു. 8 യേശു ക്രൂശ് ചുമന്ന കിദ്രോൻ തോട് ഇവിടെ. 9 യേശുവിൻ്റെ ശവശരീരത്തിനകത്ത് തൈലലേപനം നടത്തിയത് ഇവിടെ. 10 യേശുവിനെ അടക്കിയ കല്ലറ, അരിമത്യക്കാരനായ യോസഫിൻ്റെ കല്ലറ ഇവിടെ കിടക്കുന്നു, ജെറുസലേം. 11 ലോക ചരിത്രത്തിൽ 60 പ്രാവശ്യം യുദ്ധത്തിന് കളമൊരുങ്ങിയ സ്ഥലം. 12 43 പ്രാവശ്യം ജനങ്ങളോട് സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. 13ാമത്തെ സംഭവമാ 23 പ്രാവശ്യം മുറിവേറ്റു. 14 ഇസ്രായേലിന് സ്വാതന്ത്ര്യം കൊടുക്കാൻ ഒരു ചെറുപ്പക്കാരൻ വന്നായിരുന്നു. അവൻ്റെ പേര് തിയോഡർ ഹെർസൺ. അവൻ്റെ കല്ലറ ജെറുസലേമിനകത്ത്. 15 ഇന്ന് അവിടെ ചുവന്ന പശുവിനെ അറക്കുവാൻ ഒരു യാഗപീഠം യഹൂദൻ അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നു. ആ സ്ഥലമാ ജെറുസലേം. ഇത് ഏതെങ്കിലും കാരണവശാൽ യഹൂദൻ വിട്ടുകൊടുക്കുമോ സാറേ? ചത്താൽ അവൻ വിട്ടുകൊടുക്കത്തില്ല. അപ്പോൾ 2ാമത്തെ പ്രവചനം നിവർത്തിയായി. ഇതൊരു ഭാരമുള്ള കല്ലായി. സന്തോഷമില്ലല്ലോ? ഇത് പഠിച്ചിട്ടേ ഇറങ്ങാവൂ. അല്ല, യേശു വരുന്നെന്ന് ഞാൻ പടപടാ പറഞ്ഞു പോയത് നിങ്ങൾക്കത് ഗ്രാവിറ്റി വരത്തില്ല. അതുകൊണ്ടാണ് ഇത്രയും കഥ സീരിയൽ പോലെ പറഞ്ഞത്. 1 അന്നാളിൽ ജെറുസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്ക് ഞാനൊരു പരിഭ്രമപാത്രമാക്ക്, അതിനെ ഒരു ഭാരമുള്ള കല്ലായി വെക്ക്. അടുത്തത് വിരോധമായി ജാതികൾ കൂടി വരും. 4 കഠിനമായി മുറിവേൽക്കപ്പെടും. ഇന്ന് രാത്രി പിണർവിള കൺവെൻഷൻ ഏറ്റവും നൂതനമായ മെസ്സേജുകളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിണർവിള കൺവെൻഷനിൽ ഇരിക്കുമ്പോൾ ഇന്ന് രാത്രി ഇത് അജിബ്രദർ കൊടുക്കുക. യെരുശലേം യോബേൽ സംവത്സരം, അന്ത്യദിനത്തിൽ യഹൂദൻ്റെ ഒരു ആലയത്തിന് വേണ്ടി ഇസ്രായേൽ ജനം കാത്തിരിക്കുക. അതിൻ്റെ പേരാ യോബേൽ സംവത്സരം. തീർന്നില്ല. അടുത്ത വാക്ക് ശബത്തുകളുടെ ശബത്ത്. ഇതാ കിടക്കുന്നു. അവസാന യഹൂദൻ്റെ ആരാധനയ്ക്ക് വേണ്ടി ആലയത്തിന് വേണ്ടി കൊതിക്കുന്നു. ലോകരാഷ്ട്രങ്ങൾ പറയുന്നു ശബത്തുകളുടെ ശബത്തായി അത് മാറാൻ പോകുന്നു. 3ാമത്തെ സംഭവമായി ലോകം പറയുന്നു അടയാളങ്ങളുടെ അവസാനം. ഏറ്റവും അവസാനത്തെ അടയാളമായി യഹൂദന് വേണ്ടി ഒരു ദൈവാലയം പണിയുവാൻ ഇസ്രയേൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ലോകത്തിൽ ഒരു സംഭവം നടന്നു. പലർക്ക് സംഭവത്തെ പറ്റി അറിയത്തില്ല. ചില പത്രമാധ്യമങ്ങൾ അത് എഴുതുവാനിടയായിത്തീർന്നു. എന്താ എഴുതിയെന്നറിയാമോ? ഈ ജെറുസലേം
ശ്രദ്ധയോടെ ഇരിക്കണം. ഈ ജെറുസലേമിന് അമേരിക്കയിൽ ഒരു ഭരണാധികാരി വന്നു. ആരാ അമേരിക്കയിൽ ഒരു ഭരണാധികാരി? മിസ്റ്റർ ട്രംപ്. ലോകത്തിൻ്റെ അന്ത്യദിനങ്ങളാണ്. ജെറുസലേം അല്ലായിരുന്നു ആരുടെ തലസ്ഥാനം? ഇസ്രയേലിൻ്റെ തലസ്ഥാനം ടെൽ അവീവ് ആയിരുന്നു. അമേരിക്കയിലെ ട്രംപ് വന്നപ്പോൾ ഒരൊറ്റ പരിപാടി നടത്തി. ഒന്നാമത്തെ സംഭവം നടത്തി. ട്രംപ് ജെറുസലേമിനെ ഇസ്രയേലിൻ്റെ തലസ്ഥാനമാക്കി. ഈ വിഷയത്തിൽ ഒരന്തിമ യുദ്ധം. മക്കളെ, സംസാരിച്ചാൽ ഞാൻ നേരെ പറയുക, എനിക്കന്ന് ആകെ തൊണ്ട വല്ലാതിരിക്കുക. ഞാനിവിടെ നിന്ന് ചായ കുടിക്കും, നീ 119 സങ്കീർത്തനം ഇവിടെ നിന്ന് വായിക്കുന്നു നോക്കിക്കോ. അതുകൊണ്ട് സംസാരിച്ചാൽ നോക്കിക്കോണം. ദാണ്ട് ജെറുസലേമിന് ഇസ്രയേലിൻ്റെ തലസ്ഥാനമാക്കി ട്രംപ്. ദാ കിടക്കുന്നു ഒന്നാമത്തെ പ്രശ്നം, ഭാരമുള്ള കല്ല്. രണ്ടാമത്തത്, ട്രംപിൻ്റെ മകളുടെ പേരാ ഇവാഞ്ചലിൻ. അവളെ കെട്ടിയ ചെറുപ്പക്കാരനെ, ട്രംപിൻ്റെ മകളെ കെട്ടിയ ഒരു യഹൂദൻ, അവൻ്റെ പേരാ ജാറേദ് കുഷ്ണർ. മലയാളം കണ്ടോ? ലോകം വിട്ടുനിന്നു. ജെറുസലേമിൽ എംബസി തുറന്നു. എന്തിനാ അമേരിക്ക എംബസി തുറന്നത്? ചെമ്പൂരിൽ ഒരു വലിയ കെട്ടിടം വരുന്നതിന് മുമ്പിട്ട് അതിൻ്റെ പുറകിൽ ഒരു സൈറ്റ് ഓഫീസ് ഓപ്പൺ ചെയ്യും. അങ്ങനെ കേട്ട വല്ലവരും ഉണ്ടോ? വലിയൊരു പ്രോജക്റ്റ് വരുന്നതിന് മുമ്പിട്ട് എഞ്ചിനീയർമാർക്ക് ഇരിക്കണം, സ്കെച്ചും പ്ലാനും. സാർ അറിയത്തില്ല ഒരു സൈറ്റ് ഓഫീസ്? അതുപോലെ എംബസി തുറന്ന് എന്തിനാ? അമേരിക്ക ചായ കുടിക്കാനല്ല മക്കളെ, യഹൂദൻ ആലയം പണിയാനാണ്. ഈറ്റ് നോവിൻ്റെ ആരംഭം. സന്തോഷമില്ലല്ലോ? സ്വോത്ര. എന്നാ ഇത് തുറന്നതെന്നറിയാമോ? 2018 മെയ് 14. ഇനി അടുത്ത PSCക്ക് വരുന്ന ചോദ്യം, എന്ന് ഇസ്രയേൽ സ്വാതന്ത്ര്യമായി? 1948 മെയ് 14. 70 വർഷം കഴിഞ്ഞപ്പോൾ ദാ കിടക്കുന്നു എംബസി അവിടെ തുറന്നു. ഇനി മനുഷ്യൻ്റെ ആയുസ് എത്ര? സന്തോഷമില്ലല്ലോ? ആരും ഉറക്കം പറയുന്നില്ലല്ലോ? മരണ വീട്ടിൽ ഇരിക്കുന്നല്ലോ. മനുഷ്യൻ്റെ ആയുസ് എത്ര? ബൈബിൾ പ്രകാരം ആരും മിണ്ടുന്നില്ലല്ലോ. ഞങ്ങളുടെ ആയുഷ്കാലം എത്ര? 70. അപ്പം ക്ലിയറായി. എന്നാൽ നമുക്ക് പോയേ പറ്റൂ, പെട്ടി ഒരെണ്ണം മേടിക്കാം. 70 ഏറെ ആയാൽ 80. ദാണ്ട കണ്ടോ, ഇന്ന് 2018 ഈ എംബസി തുറന്ന് 4 വർഷവും കൂടെ കഴിഞ്ഞ്. ഉടനെ ആൾക്കാർ പറയും, ഞാൻ പറഞ്ഞ 6 വർഷം കൊണ്ട് യേശു വരുന്നത്. അത് ഞാൻ പറയത്തില്ല. സ്വോത്ര. 80 കഴിഞ്ഞ് എത്രയോ പേരിക്കുന്നു. നമ്മുടെ സഖാവ് VS കണ്ടില്ലേ, 100ലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമല്ലേ? സ്വോത്ര. പിണറായി പോയാലും കോടിയേരി പോയാലും ഞാൻ കൊടി പിടിക്കുമെന്ന്. സന്തോഷമില്ലല്ലോ? സ്വോത്ര. അത്രയും ക്ലിയറായിട്ട് സെഞ്ചുറി അടിച്ചുകൊണ്ടിരിക്കുക. മുട്ടം ഗീവർഗീസ് അപ്പച്ച എന്തൊരു നല്ല പാട്ട് പാടുക. ഞങ്ങൾ പാടിയോളെ അഴലേറും ജീവിതം മരുവിൽ നീ തളരുകയില്ലയോ നീ സഹജ. ആ അപ്പച്ചൻ 98 കഴിഞ്ഞ് ഇപ്പോഴും നല്ല ചപ്പാത്തിയും ചിക്കനും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സന്തോഷമില്ലല്ലോ? അപ്പോൾ ആയുസാര ദൈവം കൊടുക്കുന്ന ബോണസാ. സ്വോത്ര. അങ്ങനെ അവരെല്ലാം ഈ തലമുറയിൽ ഇതെല്ലാം കാണണം. കണ്ടോ? സഖാവ് VS, മുട്ടം ഗീവർഗീസ് അപ്പച്ച, അവന് ഈ മർത്തോമാ സഭയുടെ നമ്മുടെ തമാശ പറയുന്നൊരു തിരുമേനി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് സഫ്രഗൻ മെത്രാപ്പോലീത്ത. പുള്ളിയും സെഞ്ചുറി അടിച്ചാൽ പോയെ. അങ്ങനെ മനുഷ്യൻ്റെ ആയുസ് 80 അല്ല, ഏറെ ആയാൽ 80. പിന്നെ ചിലർക്ക് കർത്താവ് ബോണസ് കൊടുക്കും. വണ്ടിക്ക് മൈലേജ് വരുന്ന പോലെ തമ്പുരാൻ വിചാരിക്കും നിൽക്കട്ടെ. അങ്ങനെ കിട്ടുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. കണ്ടോ? അങ്ങനെയെങ്കിൽ 48-നെ 70 കൊണ്ട് കൂട്ടിയാൽ 2018 70 കഴിഞ്ഞ് 74. ഇത് ബൈബിളുമായിട്ട് ബന്ധമുണ്ട്. ഈ തലമുറയിൽ കർത്താവ് വരാൻ പോകുന്നു. മൂന്നാമത്തെ കാര്യം, ഇസ്രയേലിന് ജൂതരാഷ്ട്രം. അല്ലാതെ ഞാൻ ഇവിടെ നിന്ന് യേശു വരുന്നത് പറഞ്ഞൊരു കാര്യമല്ലോ. ഇസ്രയേലിന് ജൂതരാഷ്ട്രം. UN-ൽ കഴിഞ്ഞ 2018 കോവിഡ് കാലത്തിന് തൊട്ട് മുമ്പ് അവന്മാർ എഴുതി കൊടുത്തു, ഞങ്ങൾ യഹൂദരാഷ്ട്രമാ, ഇനി ആരും ഞങ്ങളോട് തർക്കിക്കാൻ വരണ്ട, വന്നു കഴിഞ്ഞാൽ അടി ഉറപ്പാന്ന്. സന്തോഷമില്ലല്ലോ? കാര്യങ്ങളെല്ലാം റെഡിയായി. അന്നാളിൽ ജെറുസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്കും പരിഭ്രമ പാത്രമുള്ള ഒരു കല്ലാക്കി വെക്ക്. രണ്ടാമത് സപ്പോർട്ടായിട്ട് ഇന്ന് ബ്രിട്ടീഷിൽ ഒരു പ്രധാനമന്ത്രി വന്നു. ആ സഹോദരി വന്ന് കണ്ടില്ലയോ? പേര് ലിസ് ട്രസ്. അങ്ങനെ കേട്ടവർക്കായി പഠിക്കുന്ന പിള്ളേർ ആരുമില്ല. PSC കോച്ചിങ്. ഇന്നലെ ഞാൻ പറഞ്ഞ ചായ എനിക്ക് മേടിച്ചേർന്ന് എഴുതിക്കോ. ഇന്ന് വന്ന ബ്രിട്ടനിലെ പുതിയ പ്രധാനമന്ത്രിയുടെ പേര് ലിസ് ട്രസ്. സന്തോഷമില്ലല്ലോ? കണ്ടോ? ബൈബിൾ എഴുതിയിട്ടുണ്ട്, അന്ത്യകാലത്ത് സ്ത്രീകളിലേക്ക് അധികാരം വരുമെന്ന്. കരം ഉയരുന്നില്ലല്ലോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാ? ദ്രൗപദി മുർമു. കണ്ടില്ലയോ? സ്ത്രീകളിലേക്ക് വരും. ഇപ്പോൾ CSI പറയുക, തിരുമേനിമാരെയും സ്ത്രീകളാക്കാന്ന്. സന്തോഷമില്ലല്ലോ? ചെമ്പൂര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി, കാശ് കൊടുത്താൽ നിങ്ങൾക്ക് ആവാം തിരുമേനി, ബിഷപ്പാവാന്ന്. സ്വോത്രം. ഇത്രേ ഞാൻ പറയുന്നോളൂ. ഈ പള്ളിക്ക് ഈ മണി മതി, നിൽക്കട്ടെ. സ്വോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കാര്യം മനസ്സിലാക്കിയോ? ഇപ്പോൾ ലെസ്റ്റേഴ്സ് പറയുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മോഡി സാർ ഇസ്രയേലുകാരുമായിട്ട് വലിയ അടുപ്പം. കഴിഞ്ഞ ദിവസം മോഡി സാറ് പറയും, ഞങ്ങളുടെ എംബസി ഇങ്ങോട്ട് മാറ്റിയേക്കാന്ന്, കുറ്റിയും കടക്കെ എടുക്കാന്ന്. സന്തോഷമില്ലല്ലോ? ഇപ്പം ക്ലിയർ ആയില്ലയോ? അന്നാളിൽ 3 വൻശക്തികളായി ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നത്. 1, അമേരിക്കയുടെ പ്രസിഡന്റ് ബൈഡൻ, ഇപ്പോൾ അവർക്ക് സപ്പോർട്ട്. 2, ദാണ്ട ബ്രിട്ടനിലെ പുതിയ പ്രധാനമന്ത്രി ലിസ് ട്രസ് ലോകരാജ്യങ്ങളോട് പറഞ്ഞു, ഇനി ജെറുസലേമാ തലസ്ഥാനം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വല്ലവരെ പേടിക്കും. പുള്ളിക്കാരന് പറഞ്ഞു, അവരുണ്ടേ പിന്നെ ഞാനും കൂടില്ലേ, ഞങ്ങളും ഇങ്ങോട്ട് മാറ്റിയേക്കാന്ന്. സ്വോത്രം. സൈറ്റിലെല്ലാം സപ്പോർട്ടും തരാ. അങ്ങനെയെങ്കിൽ യഹൂദൻ്റെ ഒരാലയത്തിന് വേണ്ടി ഇന്ന് ലോകരാജ്യങ്ങൾ കിടപിടിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറഞ്ഞു, ഒന്നാമത്തെ ആലയം സമാഗമന കൂടാരം, രണ്ടാമത്തെ ആലയം ശലോമോന്റെ
ആലയം, മൂന്നാമത്തെ ആലയം കോരശൻ്റെ ആലയം, 4 ഹേരോദാവിൻ്റെ ആലയം. ആ ആലയം ഇന്ന് തകർന്നു കിടക്കുക. പക്ഷേ ഇന്നിവിടെ ഒരാലയമുണ്ട്. ഏതാലയം? പെന്തക്കോസ്ത് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്ന സഭയാകുന്ന മണവാട്ടി ഇന്ന് രാത്രി ഭരണം. യഹൂദന്റെ ദൈവാലയം അവിടെ പണിഞ്ഞ് അതിനകത്ത് ചുവന്ന പശുവിനെ ഒഴുക്കി ദീപം തെളിക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരാലയം എടുക്കപ്പെടാൻ കാലമായി. ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്ന ദൈവമക്കൾ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടുവാൻ കാലമായി. ഇന്ന് രാത്രി പിണറുവിളി. നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കല. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാ. നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ പറയുന്നു, കാലം സമീപമായി. പ്രവചനങ്ങൾ നിവർത്തിയായി. വരുവാനുള്ളവൻ വരു. ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. അന്ത്യദിനങ്ങളിൽ ഏറ്റവും ശക്തമായ വചനം കേട്ട് ഇന്ന് രാത്രി കാൽവറിയുടെ മുഖത്തേക്ക് യാത്ര ചെയ്യുക. അവൻ്റെ ചങ്കിലെ ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ, പുതുക്കത്തിൻ്റെ നാളടുത്തു പോയി നമ്മുടെ നാഥൻ്റെ കാഹളം വാനിൽ മുഴങ്ങുവാറായി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക.